ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് നമ്മുടെ സ്ഥലങ്ങളിൽ വണക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങൾ സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ, ഈ വൈകിയ സമയത്ത് കർത്താവേ പട്ടണത്തിൽ ഞങ്ങൾക്ക് വരുവാൻ കൂടി കർത്താവേ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. ഇനി വൈകുന്നേരം കർത്താവേ ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ അവിടുത്തെ വാഗ്ദത്വം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ അവിടെ നിന്ന് ഞങ്ങളുടെ മധ്യയുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി അറിയുന്നു. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ കർത്താവേ ഞങ്ങളെ നയിക്കണമേ. ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവേ ഓരോ ഇതിൻ്റെ കർത്താവ് ഈ മീറ്റിങ്ങിൻ്റെ ഓരോ നടപടികളും കർത്താവ് അവിടെ നിന്ന് തന്നെ നടത്തണം. അവിടെ നിന്ന് തന്നെ അവിടുത്തെ നിയന്ത്രണവും കാവലും കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അധ്യായിരിക്കുന്ന എല്ലാവരും കർത്താവേ വളരെ ഏകാഗ്രതയോടുകൂടി അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു എന്നുള്ള ആ പൂർണ്ണ ബോധ്യത്തോട് ലോർഡ് ഐ പ്രേ ദാറ്റ് വിൽ ബി with an attitude to receive from you and with the knowledge that we are in your presence and with the right reverence. Lord, we heard about the reverence that we need in your presence, Lord, to know who you are, to praise you as who you are, to understand and to have that relationship with you. Lord, we pray for this city as we are here, Lord. I pray that you will bless this city, you will shed your light on this city, Lord. All this I ask in the name of our Lord and Savior Jesus Christ. ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വൈകുന്നേരം നമുക്ക് റോച്ചസ്റ്ററിലേക്ക് യാത്ര ചെയ്ത് വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. വളരെ മനോഹരമായ പ്രഭാതത്തിലെ സർവീസുകളും സൺഡേ സ്കൂളും എല്ലാം കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് സഭയായിട്ട് ആയിരിക്കുവാൻ ദൈവം നമുക്ക് ഈ അവസരം നൽകി ദൈവത്തെ സ്തുതിക്കാം. നാം ആരംഭത്തിൽ തന്നെ നാം ഇവിടെ റോച്ചസ്റ്ററിലായിരിക്കുമ്പോൾ നാം ചെയ്യുന്നത് പോലെ ഈ പട്ടണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. We should continue to pray for Rochester. റോച്ചസ്റ്ററിലെ നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നമുക്ക് പൂർണ്ണമായി അറിയാം ദൈവത്തിൻ്റെ നിയോഗമാണ്. നമ്മളെ ബൈ ചാൻസ് 2024 നവംബറിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല. വർഷങ്ങളോളമായിട്ട് God has been building that relationship with Rochester one way or the other. അത് നമ്മുടെ സഭയിൽ നമുക്ക് വളരെ വ്യക്തതയോടുകൂടി അറിയുന്ന കാര്യമാണ്. റോച്ചസ്റ്ററിനെ കുറിച്ചുള്ള ആ ഭാരം അത് പെട്ടെന്ന് വന്നതല്ല. It's a vision which has been building for many years. അത് പൂർണ്ണമായിട്ട് നമുക്ക് വഹിക്കാം. God is going to turn, God is going to change, God is going to perform a miracle in Rochester. ഇവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. God is going to change mountains, move mountains in Rochester. കുന്നുകളെ പർവ്വതങ്ങളെ മാറ്റി സമഭൂമിയാക്കുന്ന നാളുകൾ റോച്ചസ്റ്ററിന് വരും. റോച്ചസ്റ്ററിലേക്ക് സുവിശേഷത്തിന് വെളിച്ചം വരുന്ന ദിവസങ്ങൾ ഈ ദിവസങ്ങളിലുണ്ടാകും. ആത്മീയമായി നമുക്ക് നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്ന് റോച്ചസ്റ്ററിൽ നമുക്ക് ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾ വിശ്വാസത്തോടു കൂടി നാം പ്രാർത്ഥിക്കുമ്പോൾ ലെറ്റ്സ് ഹാവ് ദാറ്റ് ഫെയ്ത്ത് ഇൻ us. ആ വിശ്വാസം നമ്മളുണ്ടാകട്ടെ. രണ്ട് പേർക്ക് ശബ്ദമുയർത്തി ചുരുക്കം വാചകങ്ങൾക്ക് റോച്ചസ്റ്ററിന് വേണ്ടി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്നത്തെ യോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. പട്ടണത്തിൽ കടന്നു വന്ന ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടി ദൈവം നൽകി തന്നല്ലോ. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. അപ്പൊ ഞങ്ങൾ ഈ റോച്ചസ്റ്റർ പട്ടണത്തെ ദൈവകരങ്ങൾ വിശ്വാസത്തോടെ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ കൂടി വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് വ്യക്തമായി ഇടപെട്ട പോലെ ഈ പട്ടണത്തിൽ ഞങ്ങൾക്ക് വളരെ ജനമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങൾ ആ വാഗ്ദത്ത വചനങ്ങളെ ഏറ്റെടുത്ത് വീണ്ടും സ്തോത്രം ചെയ്യാൻ കർത്താവേ. ഇന്നലെ നാളെ കർത്താവേ ഞങ്ങളോടൊപ്പം ഈ ദേശത്ത് കർത്താവേ അനേകർ കൂടി വരുവാൻ ദൈവമുഖാന്തങ്ങളെ ഒരുക്കാൻ പോകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ പട്ടണത്തെ അവകാശം വെച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഉള്ളംകാൽ ചവിട്ടുന്ന ദേശം ഞങ്ങൾക്ക് അവകാശമായി തരാം ഞങ്ങളുടെ വചനമെങ്കില് ആ വചനത്തിൽ ആശ്രയിച്ച് കർത്താവെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഈ ദേശത്ത് അനേകര് ശാരീരിക സൗഖ്യത്തിന് വേണ്ടി ട്രീറ്റ്മെന്റ് ഒക്കെ കടന്നു വരുന്ന സ്ഥലമാണ്. അനേകർ കർത്താവെ ആമേൻ അവർ ജോലി സംബന്ധമായി ഇവിടെ പാർക്കുന്നവരുണ്ട് കർത്താവെ. എന്നാൽ അവരൊക്കെ ശരിയായി കർത്താവെ ഈ ദിവസങ്ങള് അവർ രക്ഷകർത്താവിനെ കണ്ടുമുട്ടുന്ന ദിവസങ്ങളായി തീരട്ടെ. അതിനായി കർത്താവ് ഞങ്ങളുടെ സഭയെ ഉപകരണമാക്കി തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ ശുശ്രൂഷകൾക്ക് ലീഡർഷിപ്പ്
കൊടുക്കുന്ന ദാസൻ പിന്നെ കുടുംബമായി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന അജയപ്രഭുവിനെ കുടുംബമായി ഏൽപ്പിക്കുന്ന കർത്താവേ, നിന്റെ ദാസന്മാരെ സഹായിക്കണം, അവരുടെ പ്രയത്നങ്ങളെ മാനിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം ഞങ്ങളിവിടെ കൂടി വന്നിരിക്കുമ്പോൾ ഇവിടെ ചെയ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, വചനത്തിൽ നിന്ന് കേൾക്കുന്നതൊക്കെ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ആത്മീയ വർദ്ധനവിന് കാരണമാക്കി തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ നിന്റെ സന്നിധിയിൽ ഏതൊക്കെ വിഷയത്തോടെ ആയിരിക്കുന്നു കർത്താവ് നന്നായി അറിയുന്നല്ലോ. അല്പം കൊണ്ട് അറിയുകൊണ്ട് പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവകരവും ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവേ. നിന്റെ വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ ദാസനായ ദൈവം സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെയധികം ശാരീരികമായി ഭാരപ്പെട്ടു. എന്നാൽ ഇന്ന് പകൽക്കാലം ഇത്രത്തോളം സൗഖ്യത്തോടെ ഞങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. നന്ദിയോട് സ്തോത്രം. പൂർണ്ണ സൗഖ്യം, ആരോഗ്യം ഈ ദിവസങ്ങൾ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പാ നിന്റെ കരങ്ങൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രീതിയിലും ദൈവനാമം ഞങ്ങൾക്കൂടെ മഹത്വമെടുക്കുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവെ. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാ വിഷയങ്ങളും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവം ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് കർത്താവേ, ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി വരുവാൻ ദൈവമൊരുക്കിയതായ എല്ലാ വഴികൾക്കും മുഖാന്തരങ്ങൾക്കുമായിട്ട് സ്തോത്രം. ഇന്ന് രാവിലെ സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. കർത്താവെ, ഞങ്ങളെ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ദൈവം അറിയുന്നതിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങളിവിടെ കൂടി വന്നിരിക്കുന്നത് കർത്താവെ, നിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യാസമയം ഞങ്ങൾ അനുഭവിപ്പാനിടയാക്കണം. കർത്താവെ, ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. കുട്ടികൊള്ളുന്നെല്ലാ നിന്റെ മക്കൾക്കായിട്ട് സ്തോത്രം. ഇനി ആരെങ്കിലും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന യാത്രയിൽ സഹായിക്കണം. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ കർത്താവെ. ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ. ഈ പട്ടണത്തിൽ വലിയൊരു ജനം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. അപ്പാ, സ്തോത്രത്തിന്റെ അപ്പത്തെ നീ വെള്ളത്തിന്മേലേറിയായിരുന്നാൽ കഴിഞ്ഞാൽ മടക്കി തരാമെന്ന് വാക്തത്വം പറഞ്ഞ കർത്താവെ. ഒന്നുമില്ലാതെ സകലത്തിലുള്ളതിനെ പോലെ വിളിച്ചു വരുത്തനായ കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദേശത്ത് കർത്താവിനെ അറിയാത്ത അനേക കാര്യങ്ങൾ ദേശത്തുണ്ടല്ലോ കർത്താവെ. അപ്പാ, ജീവിതങ്ങളെ വിടിവിക്കപ്പെടുവാൻ നീ മുഖാന്തരങ്ങളെയും വഴികളെയും നീ ഒരുക്കുമാറാകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഗോവേ, നിന്റെ വഴി ചുഴലിക്കാറ്റ് നിന്റെ പാത പെരുവെള്ളത്തിനുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പാ, സ്തോത്രം ഞങ്ങൾ തുടങ്ങിയതായ കർത്താവെ പ്രവർത്തനം ഇതിന്റെ വിശാലതയിലേക്ക് ദൈവം നടത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചോദിച്ചുകൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായി തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്ന കർത്താവ്. ഒന്നുമില്ലായ്മയെന്നും കർത്താവെ ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവന്നെങ്കിലും കർത്താവെ ഇനിയും ഞങ്ങളെ നടത്തുവാൻ നീ ശക്തനായ ദൈവമറിയാതെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവ്. ഇടം കൈവരെ തിരിച്ചറിയാതെ പാപത്തെ പച്ചവെള്ളം പോലെ പിടിച്ചുകൊണ്ടിരിക്കുന്ന പാടുമുള്ളപ്പോൾ കർത്താവെ, ഞങ്ങൾ ഇത്രയും ടൈമിൽ ഇവിടെ കടന്നു വന്ന് ഞങ്ങൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ദിവസങ്ങൾ കർത്താവ് പിന്നെയും പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകിത്തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കാലിൽ ഒരു വലിയ വഴിയുടെ മുഴക്കം കേൾക്കുന്നതിന് മുൻപായിട്ട് ഒരു കൈപ്പത്തി പോലെ കാണുവാൻ ഈ ദിവസങ്ങൾ ദൈവമേ നീ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ദിവസങ്ങളിൽ കർത്താവെ വലിയ ദൈവപ്രവൃത്തി ദേശത്ത് ദൈവമയക്കണമേ. കർത്താവെ, രോഗികളോടെ കടന്നു വന്ന് സൗഖ്യം പ്രാപിക്കുവാൻ, കർത്താവിനെ അറിയാത്തവർ കടന്നു വന്ന് കർത്താവിനെ കണ്ടുമുട്ടുവാൻ കർത്താവെ സ്തോത്രത്തെയും മുഖാന്തരങ്ങളെയും വഴികളെയും ഒരുക്കുമാറാകണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായിട്ട് സ്തോത്രം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ സമയ സഭയാ കുടുംബങ്ങളെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഓരോ സ്റ്റെപ്പുകൾ ഞങ്ങൾ മുന്നോട്ട് എടുത്തു വെക്കുമ്പോൾ ശത്രുവായ ആരെയും പുറകോട്ട് വലിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ശത്രുവായ ആരെയും മോട്ടമിടുവാൻ ദൈവം അനുവദിക്കല്ലേ കർത്താവെ. ആത്മീയ മേഖലകളിൽ, ശാരീരിക മേഖലകളിൽ, ഭൗതിക മേഖല ഏതൊക്കെ മേഖലകളിൽ കർത്താവെ വിടുതൽ ആവശ്യമുണ്ടോ അവിടേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം അയക്കുമാറാകണമേ. കോട്ടകത്ത കർത്താവെ കാത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തുച്ഛനാരെയും നോട്ടമിടുവാൻ ദൈവം അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ എല്ലാം രക്തക്കോട്ടയോട് പൊതിയുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ നാട്ടിൽ
പലരും കർത്താവെ ശാരീരികമായ ക്ലേശങ്ങൾ കൂടെ കടന്നു പോകുന്നുണ്ട്. എല്ലാവരും ദൈവം സൗഖ്യമാക്കണമേ. കർത്താവ് ദാസിന് കൊടുത്ത വിടുതലിനായിട്ട് സ്തോത്രം. പിന്നെ കർത്താവ് ശരീരത്തെ ക്ഷീണം അനുഭവിക്കുന്നവർ, കർത്താവ് രോഗങ്ങൾ കൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ, പ്രായമുള്ളവരെല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവ് ഒന്നിനാലും ക്ഷീണിച്ചു പോകാതെ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കാഴ്ചകൾ പിന്നെയും മുന്നോട്ട് വയ്ക്കുവാൻ ദൈവം ഞങ്ങളെല്ലാം സഹായിക്കുമാറാകണം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. വചന ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളൊക്കെയും ഈ ദിവസങ്ങൾ അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെല്ലാം സഹായിക്കുമാറാകണം. എല്ലാ വിധത്തിലും കർത്താവ് ഇന്നത്തെ ഈ സന്ധ്യാസമയം ഒരു അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും കർത്താവെ സമാധാനത്തിൻ്റെയും സമയമാക്കി ദൈവം തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ്റെ കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായ നാമത്തിൽ ആമേൻ. സ്തോത്രം, സ്തോത്രം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ചില പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാട്ടുകൾ പാടുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്നോട് ചോദിക്കുകയാണ്, നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു, ഇതൊരു വിതയ്ക്കുന്ന സമയമാണ്. ദിസ് ഈസ് എ ടൈം ടു സോ. വിതയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കാണത്തില്ല. എന്നാൽ ഒരു കർഷകൻ വിതച്ചതിന് ശേഷം കാത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു കർഷകൻ വിതച്ചതിന് ശേഷം കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ്റെ അകത്ത് ഒരു പൂർണ്ണ ബോധ്യമുണ്ട്. ഞാൻ വിതച്ചതൊന്നും വൃഥാവായി പോകത്തില്ല, വിതച്ചതിൻ്റെ കൊയ്ത്ത് എനിക്ക് മുമ്പിലുണ്ട്. ആർക്ക് കാത്തിരിക്കുവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വിതച്ചവന് മാത്രമേ വെയിറ്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ആത്മീക ഭാഷയിൽ അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ അകത്തൊരു ദർശനം, ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്കതിനു വേണ്ടി കാത്തിരിക്കുവാൻ പറ്റും. എനിക്ക് പല അനുഭവങ്ങൾ അറിയാം. എന്നാൽ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തെപ്പറ്റി എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു ദേവദാസൻ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. ദീർഘവർഷങ്ങൾ ഒരു ബ്രേക്ക് ത്രൂവും കാണുന്നില്ലായിരുന്നു. ഞാനും അവിടെ പലവട്ടം പോയിട്ടുള്ള സ്ഥലമാണ്. എപ്പോഴും ദേവദാസന്മാർ കടന്നു വരും. അവസാനം ലീഡർഷിപ്പിലുള്ളവർ പറഞ്ഞു, വേറെ എവിടെയെങ്കിലും പോയി പ്രവർത്തിക്കുക, കാരണം വർഷങ്ങളായിട്ട് താങ്കൾ ഇവിടെ നിന്ന് ഒന്നും നടക്കുന്നില്ലല്ലോ. അപ്പോഴൊക്കെ അദ്ദേഹം ഒരു കാര്യം പറയും, പോകണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ എൻ്റെ അകത്ത് ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ, അവിടെ ഒരു വലിയ കൂടിവരവ്, അനേകരവിടുന്ന് ദൈവം വിടുവിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വാസത്തിൻ്റെ വേലയാണ്. നമ്മൾ അല്പനാൾ വിതച്ചാൽ ശരിക്കും ഒരു കൊയ്ത്ത് നമ്മുടെ മുമ്പിലുണ്ട്. There is a reaping which is awaiting us. There is a harvest which is awaiting us. അതുകൊണ്ട് ആരുടെയെങ്കിലും, നമ്മൾ 4 മാസമേ ആയുള്ളൂ, ആരുടെയെങ്കിലും മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വരുന്നുണ്ട്, 4 മാസമായല്ലോ, ഭാരപ്പെടേണ്ട. യജമാനൻ വിതയ്ക്കാൻ കുറച്ച് സമയം വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ കൊയ്ത്തിൻ്റെ കാലഘട്ടം മുമ്പിലുണ്ട്. അതകത്ത് അന്തരംഗത്തിൽ അത് വിശ്വാസത്താൽ കാണുവാൻ നമുക്ക് കഴിയണം. അല്പസമയം കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, റോച്ചസ്റ്റർ പട്ടണത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം, സ്തോത്രം. താങ്ക് യു. Your merciful hand is going to move upon this land, oh God. Hallelujah. ആത്മാവിൽ അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. Hallelujah. ഹോറബ ശാമാന ധിഖാമാന. നമ്മൾ ഈ ദേശത്ത് കടന്നു വന്നു, നമ്മൾ പാടി വചനം കേട്ട് പോകുക മാത്രമല്ല, എന്നാൽ ആത്മനിറവിൽ അല്പസമയം കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, Lord, I praise you. Hallelujah, 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 hallelujah. ദൈവത്തിന്റെ മഹത്വം, 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 മഹത്വം. We worship you, Jesus. We worship you, Jesus. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദേശത്ത് ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തണമേ. ഹോറബ ശമന ധിഗമനമസ്യ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Our Savior, He can move mountains. He can move mountains. Our God is mighty to save. Hallelujah, hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. We worship. Savior, He can move the mountains. My God is mighty to save. He is mighty to save. Forever, author of salvation, He rose and conquered the grave. Jesus conquered the grave. Savior, He can move the mountains. My God is mighty to save. He is mighty to save. Forever, author of salvation, He rose and conquered the grave. Jesus conquered the grave. Everyone needs compassion, a love that's never fading. Let mercy fall on me. Everyone needs forgiveness, the kindness of a Savior, the hope of
Savior, He is able to move the mountains. Hallelujah. Hallelujah. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. ഇസ്രായേൽ ജനത്തോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കാൽ വെക്കുന്ന ദേശമൊക്കെ നിങ്ങൾക്ക് അവകാശമായി നൽകും. സ്പിരിച്വലി നമുക്കൊരു പ്രോമിസ് ഉണ്ട്. നമ്മുടെ പേരിൽ സ്ഥലമാക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആ ദേശത്ത് എൻ്റെ നാമം ഉയരും, നമ്മുടെ കർത്താവിന്റെ കൊടി ഉയരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. റോച്ചസ്റ്ററിലും യേശുവിന്റെ നാമം ഉയരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ അറിയാത്ത അനേകർ യേശുവിനെ അറിയും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇനിയും പാട്ട് പാടുമ്പോൾ ഹല്ലേലൂയ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സന്ധ്യാസമയം നമ്മൾ ഹല്ലേലൂയ നമുക്ക് പാടാം. കർത്താവേ, നിന്റെ നാമം ഈ ദേശത്ത് മുഴുവൻ ഉയരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പാറക്കെട്ടും
സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളൊക്കെ നന്ദി പറയുന്നപ്പാ. We praise you, we worship you, we believe that a big army, hallelujah, ഒരു വലിയ സൈന്യം കർത്താവേ ഉയരുമെന്ന് വിശ്വസിക്കുന്ന കർത്താവേ, വിശ്വസിക്കുന്ന കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. Hallelujah, hallelujah, hallelujah. We worship you, Lord. We thank you, Master. We worship you, Jesus. Hallelujah, hallelujah, hallelujah. Lord, I praise you, praise you, praise you, praise you. Thank you, Jesus. Thank you, Father. Thank you, Lord. Thank you, Lord. Thank you, Jesus. Amen, 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 amen. വിശ്വസിക്കുന്നുവെന്ന് അറിയുന്നവനെന്നന്യന്മാരെ, ആരെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നവനെന്നന്യന്മാരെ, എന്നുപനീതിയെ സൂക്ഷിച്ചിടുവാൻ, എന്നുപനീതിയെ സൂക്ഷിച്ചിടുവാൻ തന്നോടെ കാര്യങ്ങൾ കഴിയുള്ളതാ. ക്രിസ്തു മാറുകില്ല, കാരണത്താൽ
വാക്ക് മാറാത്തവൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, എന്റെ കർത്താവിന് മഹത്വം, എന്റെ ദൈവത്തിന് മഹത്വം, എന്റെ യേശുവിന് മഹത്വം, എന്റെ യേശുവിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരെ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഈ രാത്രി നമ്മൾ ആരെ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മുടെ കർത്താവ് നമ്മളെ കൈവിടുന്നവനല്ല. എക്കാലത്തിലും അവൻ മാറുന്നില്ല. He is the same yesterday, today and forever. എത്ര പേര് മാറിയിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ? എത്രയോ പേരുമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു. നമ്മൾ അവരിലെല്ലാം മാറി. പലരും നമ്മളിൽ നിന്ന് മാറി, പലയിടത്തുനിന്ന് നമുക്ക് മാറേണ്ട വന്നു. എങ്കിലും മാറാത്ത സഹിയായി നമ്മളോട് കൂടെയുള്ളവൻ അവൻ ഒറ്റ ഒരുവൻ മാത്രം, നമ്മുടെ യേശു മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിന്റെ സ്നേഹത്തിനായി ഇന്ന് രാത്രി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ദൈവമക്കളെ, നമ്മുടെ എല്ലാ അവസ്ഥകളും ദൈവം നന്നായി അറിയുന്നു. ഹല്ലേലൂയ. ഒരിക്കല് പത്രോസിന്റെ പടകിൽ യേശു കയറി. അന്ന് മുതൽ പത്രോസിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടെ ദിവസങ്ങളായിരുന്നു. യേശു പടകിൽ കയറിയ നിമിത്തം പത്രോസിന്റെ പ്രൊഫഷൻ തന്നെ മാറി. പത്രോസിന്റെ പ്രയോറിറ്റീസ് ജീവിതത്തിന്റെ എല്ലാം മാറി. എന്നാൽ എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുകയും സമാധാനം തരുന്ന, അല്ലെങ്കിൽ എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കല് ഇങ്ങനെയാണ് പറഞ്ഞത്. യേശുവും ശിഷ്യന്മാരും കൂടെ പത്രോസിന്റെ ഭവനത്തിൽ ചെന്നു. പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് പനി, ദീനം പിടിച്ചിരിക്കുകയായിരുന്നു. യേശു പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കി. അത് കഴിഞ്ഞപ്പോൾ she started serving him. ഹല്ലേലൂയ. ആ വേദഭാഗം എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന, ദൈവജനത്തിൽ നിന്ന് ചില വചനങ്ങളിൽ നിന്ന് ഒത്തിരി ചിന്തിച്ചിട്ടുള്ള, പ്രസംഗിച്ചിട്ടുള്ളതല്ല, ചിന്തിച്ചിട്ടുള്ള പല വചനത്തിന്റെ ഒരു ഭാഗമാണത്. എനിക്കൊരു കാര്യം മനസ്സിലായി. മനുഷ്യർക്ക് പലപ്പോഴും നമ്മുടെ പടക് മാത്രം മതി. എന്നാൽ എൻ്റെ യേശു എൻ്റെ പടക് മാത്രം ഉപയോഗിച്ചിട്ട് പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ പോകുന്നവനല്ല. എൻ്റെ യേശു എൻ്റെ സകല അവസ്ഥകളും അറിയുന്നവനാ. പത്രോസിന്റെ പടകിൽ കയറി പ്രസംഗിച്ചു, അനേകർ അനുഗ്രഹിക്കപ്പെട്ടു, സൗഖ്യമായി. പത്രോസിന് ഒരു മീൻപിടുത്തം, വലിയൊരു പെരുത്ത മീൻകൂട്ടം കൊടുത്തിട്ട് പോയതല്ല എൻ്റെ യേശു. എന്നാൽ തൻ്റെ ജീവിതത്തിന്റെ ശൂന്യതകളെ ഓരോന്നോരോന്നായി യേശു സ്പർശിക്കുമ്പോൾ തന്നെ തൻ്റെ ഭവനത്തിൽ തൻ്റെ അമ്മായിമ്മയ്ക്ക് സൗഖ്യവും കൊടുത്തെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ യേശു എത്ര നല്ലവനാണ്. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ഓടുകയും ദൈവത്തിന് വേണ്ടി പലതും ചെയ്യുമ്പോൾ നമ്മുടേതായ ജീവിതത്തിൽ പല ബ്രോക്കൺനെസ് ഉണ്ടായിരിക്കാം. There may be lot of areas where we are broken. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. ഹല്ലേലൂയ, എന്നേക്കുമായി ഹല്ലേലൂയ നമ്മുടെ ബ്രോക്കൺ ആയിട്ടിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, നമ്മൾ വിശ്വസിച്ചവൻ വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. He is faithful. He is faithful. He is faithful. ഹല്ലേലൂയ. ഞാൻ ഒന്നും കൂടെ പറയുന്നു. പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ച വിഷയം എന്താന്ന് ചോദിച്ചാൽ, പത്രോസിന്റെ ഭവനത്തിൽ ചെന്ന് അവന്റെ വിഷയത്തിന്റെ മേൽ പരിഹാരം കൊടുത്തെങ്കിൽ, ഹല്ലേലൂയ. നമ്മളൊക്കെ, ഞാൻ ഉൾപ്പെടെ പലപ്പോഴും നമ്മുടെ സമയം കുറവുകൊണ്ടും പല പല കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ കോൺവെർസേഷൻസ് ഒക്കെ ഒത്തിരി മീൻ പിടിക്കുന്ന വിഷയത്തിലും പടകിൽ നിന്ന് പ്രസംഗിക്കുന്ന വിഷയത്തിലൊക്കെ ഒതുങ്ങിപ്പോകുമ്പോൾ, എൻ്റെ യേശു അങ്ങനെ അല്ലായിരുന്നു. യേശു പത്രോസിന്റെ വീട്ടിൽ ചെന്നു.
നമ്മുടെ സകല അവസ്ഥകളും അവൻ നന്നായി അറിയുന്നവനാണല്ലോ. ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ എടുത്ത് ഹല്ലേലൂയ. നമ്മൾ ആദ്യമേ റോച്ചസ്റ്ററിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചെങ്കിലും ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. Lord, you are a God who will repair the brokenness. കർത്താവേ, അങ്ങയ്ക്ക് തകർന്നതിനെയൊക്കെ പണിയുവാൻ കഴിയുമല്ലോ. ഇന്ന് പകൽ കർത്താവേ, ഞങ്ങളുടെ ബ്രോക്കൺനെസ്സിനെയൊക്കെ ദൈവത്തിന് മാറ്റുവാൻ കഴിയുമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മുങ്ങിടാതെ പ്രിയൻ എൻ്റെ ബോട്ടിലുണ്ടല്ലോ. മുങ്ങിടാതെ പ്രിയൻ എൻ്റെ ബോട്ടിലുണ്ടല്ലോ. ഹല്ലേലൂയ. ഇന്ന് വരെ നാം മുങ്ങിപ്പോകാഞ്ഞത് പ്രിയൻ ബോട്ടിലുള്ളത് കൊണ്ടായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. മറ്റൊന്നും കൊണ്ടല്ല. മുങ്ങിപ്പോകാഞ്ഞത് പ്രിയൻ നമ്മുടെ ബോട്ടിലുണ്ടായിരുന്നത് കൊണ്ടാണ്. ഇന്ന് വരെ ഗാനം പാടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ കാരണം പ്രിയൻ നമ്മുടെ ബോട്ടിലുണ്ടായിരുന്നത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ നൽകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹോഡാബാഷമന റികമന ദിഗമന ഹതരജലാധര ലബസ്യ. ഹല്ലേലൂയ. We worship you, Lord. ഹല്ലേലൂയ. അത് കൂടാതെ അവനൊരു വലിയ വാഗ്ദത്തമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലങ്ങൾ ഒരുക്കുവാൻ I am going to prepare a place for you. Once I prepare, I will come and I will take you to be with me. Hallelujah. Hallelujah. When the road is called up yonder, 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 I'll be there. പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും എൻ പേരും. When the trumpet of the Lord shall sound and time shall be no more, and the morning breaks eternal bright and fair, when the Savior of the earth shall gather on the other shore, and the roll is called up yonder, I'll be there. When the roll is called up yonder, 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 I'll be there. On the bright and cloudless morning when the dead in Christ shall rise, and the glory of his resurrection share, when his chosen ones shall gather to the homes beyond the strife, and the roll is called up yonder, I'll be there. When the roll is called up yonder, 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 I'll be there. പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും എൻ പേരും. ഞങ്ങളെ അളകൂടാ സ്നേഹിക്കുന്ന ഞങ്ങൾ സ്വർഗീയ നല്ല കർത്താവേ, we thank you for this beautiful evening. ചില നിമിഷങ്ങൾ നിന്റെ സന്നിധിയിൽ പാടുവാൻ, അങ്ങയുടെ ശബ്ദം ഉള്ളിൽ മുഴങ്ങുവാൻ, അങ്ങയുടെ സ്പർശനം ഇന്ന് രാത്രി അനുഭവിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം.
നീ ഞങ്ങളെ നന്നായി അറിയുന്നവൻ. അങ്ങക്ക് ഞങ്ങളെ അറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയത്തില്ലല്ലപ്പാ. അത് മതി അപ്പച്ച. അങ്ങ് ഞങ്ങളെ നന്നായി അറിയുന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് എന്നും തരണമേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെ പടകിൽ ഭയങ്കര അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടു. അങ്ങ് ഇരുന്ന് സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് കർത്താവേ. ഞങ്ങളത് അനുഭവിക്കുന്നു. ഞങ്ങളുടെ ശൂന്യതകളുടെ മധ്യത്തിൽ ദൈവം പ്രവർത്തിച്ചു. എന്നാൽ ചില വിഷയങ്ങളുടെ മേൽ ഇപ്പോഴും വേദനയോടെ ഭാരത്തോടെ നിന്റെ സന്നിധിയിലായിരിക്കുന്ന ജനത്തോട് ദൈവം മനസ്സലിയണമേ എന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുന്നു. ഈ മരുഭൂപ്രയാണം ഞങ്ങൾക്ക് ഏറെ തുമ്പം നൽകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരിടം അങ്ങ് ഒരുക്കുന്നതിനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷയുടെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ടായിരിക്കണം. വചന ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കണമേ. അങ്ങയുടെ ദാസനിൽ കൂടെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ആവശ്യമായ ദൈവികാലോചന കേട്ട് ഞങ്ങൾ ബലപ്പെട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങി പോകുവാൻ സഹായിക്കും. ഇന്ന് രാത്രി ഞങ്ങളെല്ലാം കർത്താവ് കൃപയിൽ പൊതിയും. മഹത്വപ്പച്ചൻ എടുക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നിൽക്കുന്ന നിൽപ്പിൽ തന്നെ നമുക്ക് സങ്കീർത്തനം വായിക്കാം. As we are all standing, let's turn our attention to Psalms 56. സങ്കീർത്തനം 55 നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. Psalms 56 we'll read in a responsive manner. സങ്കീർത്തനം Psalms 56 സങ്കീർത്തനം 56 ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണിത്. ഞാനിവിടെ ഇന്ന് ഏത് സങ്കീർത്തനം വായിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം നൽകിയ ഒരു ഭാഗമാണിത്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഭയത്തിൻ്റെ അവസ്ഥയിലായിരുന്ന ഒരു സാഹചര്യത്തിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിലുള്ള ആശ്രയം നാം ഇതിൽ കാണുന്നു. ഞാൻ ഇന്ന് seems like today's theme, the whole theme for the whole day is what God is want to tell us is trust in Him. ദൈവത്തിൽ ആശ്രയിക്കുക. ഇന്ന് പകലത്തെ സന്ദേശത്തിലും ദൈവത്തിൽ ആശ്രയിക്കണം, ക്രിസ്തുവിൽ ആശ്രയിക്കണം എന്നുള്ള ആ ഭാഗം വളരെ വ്യക്തതയോടുകൂടി ദൈവം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തനം 56 നമുക്ക് വായിക്കാം വാക്യപ്രതിവാക്യമായിട്ട്. Let's read Psalm 56 in a responsive manner. ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. My adversaries trample me all day, for many arrogantly fight against me. ഞാൻ ഭയപ്പെടുന്ന നാളിൽ അങ്ങയിൽ ആശ്രയിക്കും. In God whose word I praise, in God I trust, I will not be afraid. What can mere mortals do to me? ഇടവിടാതെ അവർ എൻ്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു. അവരുടെ വിചാരങ്ങളെയൊക്കെയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. They stir up strife, they lurk, they watch my steps while they wait for to take my life. നീതികേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ? ദൈവമേ, അവിടുത്തെ കോപത്താൽ ജാതികളെ തള്ളിയിടണമേ. You yourself have recorded my wanderings, put my tears in your bottle, and they are not in your book. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. In God whose word I praise, in the Lord whose word I praise. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? I am obligated by vows to you, God. I will make my thanksgiving sacrifice to you. നമുക്ക് 13-ാം വാക്യം ഒന്നിച്ചു വായിക്കാം. ഞാൻ ദൈവത്തിന് മുൻപാകെ ജീവൻ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. Amen. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. ഒരിക്കൽ കൂടി ഈ 4ാമത്തെ റോച്ചസ്റ്റർ സർവീസിന് ഞാൻ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഈ തണുപ്പ് ആയിട്ട് പോലും ഇവിടെ വരുവാൻ, ഇവിടെ ആയിരിക്കുവാൻ ദൈവം നൽകിയ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ തവണയും ഇതുപോലെ നിന്ന് പറഞ്ഞപ്പോൾ പറയാനിടയായ ഒരു വിഷയമാണ്. ഇനി അടുത്തൊരു 60 മണിക്കൂർ നമ്മളൊരു നെഗറ്റീവിലേക്ക് പോവുകയാണ്, സബ് സീറോ ടെമ്പറേച്ചേഴ്സ്. ഇത്തവണ അനദർ ഒരു 48 hours, ഒരു 2 ദിവസത്തോളം നമ്മൾ സബ് സീറോയിലേക്ക് പോവുകയാണ്. എങ്കിലും in all that God has allowed us to be in His presence. ദൈവം ഈ നമ്മുടെ സിറ്റുവേഷൻസ് നമ്മളെ ഒതുക്കിക്കളയാതെ വണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ഒന്നിച്ചു കൂടുവാൻ
കൂട്ടായ്മ ആചരിക്കുവാൻ ദൈവം നമുക്ക് ആ ഒരു മനസ്സ് നൽകി, ഭാഗ്യം നൽകി. ഞാൻ എല്ലാവരെയും ദൈവസന്നിധിയിൽ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ തന്നെ ആയിരിക്കുക. ഈ ഒരു ഭാഗം പെട്ടെന്ന് പറയട്ടെ. ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. അതിൻ്റെ മുകളിൽ തന്നെ വായിക്കുവാൻ നമുക്ക് സാധിക്കും. ഗത്യദേശത്ത് ദാവീദ് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് എഴുതിയ ഭാഗമാണ്. 2 തവണ ആ ദേശത്തേക്ക് ദാവീദ് ഓടിപ്പോയി. അവിടുത്തെ രാജാവ് ആഖീഷ് രാജാവാണ്. All my Sunday school student knows what I am going to say. It's covered multiple times in Sunday school, this particular portion. And in fact, I remember one of the students even answered in one of about Akish in one of the fellowship nights. That was a very pleasant evening. But here, ഇവിടെ നമ്മൾ കാണുന്നത് ദാവീദ് ശൗലിനെ പേടിച്ച് ആഖീഷ് രാജാവിൻ്റെ അടുത്ത്, ഫിലിസ്തീയ രാജാവായ ആഖീഷ് രാജാവിൻ്റെ അടുത്ത് ഓടിപ്പോകുന്ന ഒരു സമയമാണ്. ഗത്യദേശത്തേക്ക്, ദ സിറ്റി ഓഫ് ഗാത്ത്. അവിടെ എത്തുമ്പോൾ ആദ്യത്തെ തവണ ഓടിപ്പോകുമ്പം രാജാവിന് മനസ്സിലാവും ഇദ്ദേഹം ഈ ദാവീദ് ഗോലിയാത്തിനെയും ഫിലിസ്തീനെയൊക്കെ ആക്രമിച്ച് കീഴടക്കിയ ഒരു കമാൻഡറാണ് എന്ന്, ശൗലിൻ്റെ ഒരു പോരാളിയാണെന്ന് ആഖീഷ് രാജാവിന് മനസ്സിലായിട്ട് ഓടിച്ചു കളഞ്ഞിട്ട് പിന്നെയും തിരിച്ച് ഇസ്രായേൽ ദേശത്ത് വന്നിട്ട് തനിക്ക് നിലനിൽപ്പില്ല. ശൗൽ ഓടിക്കുകയാണ്. ശൗലിൻ്റെ കുന്തത്തിൻ്റെ അറ്റത്ത് നിന്ന്, ഈ മുൾമുനയിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ പോലെ ഓടി വീണ്ടും സെക്കൻഡ് ടൈം ഇതേ സ്ഥലത്ത് ഓടിത്താൻ അഭയമാണ്. അപ്പോൾ അവിടെ വെച്ച് ആഖീഷ് മനസ്സിലാവും എന്താണ്, ദാവീദ് തൻ്റെ ശത്രുവിൻ്റെ ശത്രുവാണെന്നുള്ളൊരു ഐഡിയ കിട്ടും. അങ്ങനെയാണ് തനിക്ക് അവിടെ അഭയം താൻ കൊടുക്കുന്നത്. എങ്കിലും ദാവീദിൻ്റെ ഒരു മെന്റൽ സ്റ്റേറ്റ് എന്ന് ആലോചിച്ചോളൂ. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ചെകുത്താനെയും കടലിൻ്റെയും നടുക്കാണ്. ഈ ഗോലിയാത്തിനെയും ബാക്കി ഫെലിസ്തീനെയും എല്ലാം കൊന്നിട്ട് അവരുടെ അടുത്ത് തന്നെ പോയി അഭയം പ്രാപിച്ച് അവരുടെ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു അവസ്ഥയാണ് നാം ഈ കാണുന്നത്. അവിടെ ഇൻ ദ മിഡിൽ ഓഫ് എവറിത്തിങ് ദാവീദ് 3-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഭയപ്പെടുന്ന ആളിൽ അങ്ങയിൽ ആശ്രയിക്കും. When I am afraid, I put my trust in you. അതിനുശേഷമുള്ള ഭാഗങ്ങളെല്ലാം നാം വായിക്കുന്നത് എങ്ങനെയാണ്? The enemies are trying to find one small mistake. ആഖീഷ് രാജാവ് ദാവീദിന് അഭയം കൊടുത്തെങ്കിലും ബാക്കി പ്രഭുക്കന്മാർ ദാവീദിന്റെ കൂടെയല്ല. നമ്മൾ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ എ ലേറ്റർ ബാറ്റിൽ. 1 ശമൂവേൽ 20 മുതലുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ 20 മുതൽ 28 ഭാഗങ്ങളാണ് ഈ പോർഷൻ എല്ലാം വരുന്നത്. അവിടെ വായിക്കുമ്പോൾ രണ്ടാമത് ഒരു യുദ്ധത്തിന് വേണ്ടി ആഖീഷ് രാജാവിന്റെ കൂടെ ദാവീദും കൂടെ പോകുമ്പോൾ ബാക്കി പ്രഭുക്കന്മാരെ ദാവീദിന്റെ അടുത്ത് വീട്ടിലിരിക്കാൻ പറയും. യു ഡോണ്ട് കം വിത്ത് അസ്. കാരണം ദേ ആർ സ്റ്റിൽ ഡൗട്ട്ഫുൾ ഓഫ് ഡേവിഡ്. ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴും ശത്രുവിൻ്റെ മധ്യേ ഇവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനൊരു വാക്ക്, ഈ ശത്രുക്കൾ ഇടവിടാതെ എൻ്റെ ശത്രുക്കൾ എൻ്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു. Their thoughts are against me for evil. All day long they endure my cause. എൻ്റെ ചിന്തകൾ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അഹിഷാജാവിൻ്റെ അടുത്ത് പറഞ്ഞ് ഇവനെ ഇങ്ങനെ കൊല്ലിക്കാൻ വേണ്ടി നോക്കുകയാണ്. ദാറ്റ് ഇസ് ഡേവിഡ് സിറ്റുവേഷൻ. ആ ഒരു സാഹചര്യത്തിലാണ് ദാവീദ് പറയുന്നത് 15-ാം വാക്യത്തിൽ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. അതിന് മുമ്പുള്ള ഒരു പോർഷനുണ്ട്, ദാവീദ് വചനത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ പുകഴും, ഞാൻ യഹോവയിൽ അവിടുത്തെ വചനത്തിൽ ഞാൻ പുകഴും. ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കണം. ഗോഡ്സ് വേർഡ് ഇസ് വിത്ത് ഹിം, ഗോഡ്സ് പ്രോമിസ് ഇസ് വിത്ത് ഹിം. ദാവീദിനെ ദൈവം അനോയിന്റ് ചെയ്തതാണ് അല്ലേ? ശമൂവേൽ വന്ന് എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്ത് രാജാവായിട്ട് അഭിഷേകം ചെയ്തതാണ്. ആ പ്രോമിസ് ഡിഡ് ഇറ്റ് കം ടു ഫുൾഫിൽമെന്റ്? നോ, ഹീസ് റണ്ണിങ് ഹിയർ ആൻഡ് ദേർ. രാജാവായിട്ടില്ല, എന്നാൽ കിടന്ന് ഓടുന്നത് ഈ മരണഭീതിയിലൂടെയാണ്. So that is when David is telling, ആ വചനത്തിൽ ഞാൻ ആശ്രയിക്കും, ആ വചനത്തിൽ ഞാൻ പുകഴും, ആ വചനത്തിൽ ഞാൻ പിടിക്കും. നമുക്ക് ഈ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോഴും we received a word, right? There is many out there who is God's people. നമുക്ക് കഴിഞ്ഞ തവണ നമുക്കൊരു വചനം കിട്ടി. we are getting God's promise every week, every month. നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്ക് ലഭിക്കണം. We are getting God's promise. ആ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാമോ? ആ വചനത്തിൽ നമുക്ക് പുകഴാമോ? ദാവീദിനെ പോലെ. ദാവീദിന്റെ ആ പ്രോമിസ്, ദാവീദിന് ലഭിച്ച ആ വാഗ്ദത്തം സമ്പൂർണ്ണതയിലേക്ക്, അതിന്റെ സമാപ്തിയിലേക്ക് വന്നിട്ടില്ല. താൻ ഈ ഓടി നടക്കുന്ന സമയത്ത് ദാവീദ് അവിടെ പറയാണ്, ഞാൻ എൻ്റെ യഹോവയിൽ ആശ്രയിക്കും, തൻ്റെ വചനത്തിൽ ഞാൻ പുകഴും. അതുപോലെ ദൈവത്തിന്റെ വചനത്തിൽ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നമുക്ക് പുകഴാം. ദൈവസന്നിധിയിൽ നമുക്ക് താണിരിക്കാം. തുടർന്നുള്ള സമയം വചന ശുശ്രൂഷയ്ക്കായി ഞാൻ ഫിനിഷാനെ ക്ഷണിക്കുന്നു. Mikey.
ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും പ്രാവശ്യം കൂടെ നമുക്ക് റോച്ചസ്റ്ററിൽ കടന്നു വന്ന് ഇപ്രകാരം ദൈവത്തെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദിസ് ഈസ് ദ 4th ടൈം വി ആർ ഗ്യാതറിംഗ് ഇൻ റോച്ചസ്റ്റർ. യോഹന്നാൻ സുവിശേഷത്തിൽ ഒരു വാക്യം ഞാൻ ഇപ്രകാരം ഓർക്കുകയിടയായി. യേശു പറയുകയാണ്, ഇനി 4 മാസം കഴിയുമ്പോൾ എന്താണ് വരുന്നത്? കൊയ്ത്ത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ 4 മാസമായി, ഇനിയും വരുന്നത് കൊയ്ത്താണ്. അറിയാൻ പറ്റില്ല, ഞാൻ ഓവർ ഒപ്റ്റിമിസ്റ്റിക് ആണ്. പക്ഷേ ദൈവസന്നിധിയിൽ നമ്മളുടെ ആ എക്സ്പെക്റ്റേഷൻ എങ്ങനെയായിരിക്കണം, ഒട്ടും പറയാൻ പാടില്ല. ഐ ഹോപ്പ് യു റിമെമ്പർ വാട്ട് വി മെഡിറ്റേറ്റഡ് ലാസ്റ്റ് ടൈം. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു വാചകം, ആ ഒരു വാക്യം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ 4 മാസം കഴിയുമ്പോൾ ഒരു കൊയ്ത്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ കൊയ്ത്തിനെ പറ്റി, വിധയെപ്പറ്റി പാസ്റ്റർ മെൻഷൻ ചെയ്തല്ലോ. അതൊരു പ്രിൻസിപ്പിളാണ്. ഇഫ് യു സോ യു വിൽ റീപ്പ്. ദാറ്റ്സ് ദ ലോ ഓഫ് ദ നേച്ചർ. ഈ ദിവസങ്ങൾ മാത്രമല്ല, ചില നാളുകളായി നമ്മൾ, വർഷങ്ങളായി സഭയായി നാം വിതച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ സെയിൻറ്റ് പോൾ പാർക്കിൽ വിതച്ചു, ന്യൂ പോർട്ടിൽ വിതച്ചു, സൗത്ത് സെയിൻറ്റ് പോളിൽ വിതച്ചു, വെണ്ടോട്ട ഹൈറ്റിൽ വിതച്ചു, ഇപ്പോൾ ബ്ലൂമിങ്ടണിലും റോച്ചസ്റ്ററിലും വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മുടെ മുമ്പിൽ സിറ്റികൾ കിടക്കുന്നു. ഇനിയും വിതയ്ക്കുവാൻ സ്ഥലങ്ങൾ ധാരാളമുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത സിറ്റികളിലും വീണ്ടും നാം വിതയ്ക്കുവാൻ പോവുകയാണ്. എന്നാൽ വിതയ്ക്കുന്നതിനോടൊപ്പം ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇതാണ്: നിങ്ങൾ വിതയ്ക്കുക. നമ്മളെക്കുറിച്ചുള്ള ദൈവമായി നിങ്ങൾ വിതയ്ക്കുക. കൊയ്ത്ത് തരുന്ന ദൈവമാണ്. നമ്മൾ അതിനെക്കുറിച്ച് വറീഡാകേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലായിരിക്കാം. എന്നാൽ വിശ്വാസത്തോടുകൂടെ മുഴങ്കാലിൽ നിൽക്കുന്ന ഏലിയാവിന് ഒരു മുഴക്കം കേൾക്കാം. വിശ്വാസത്തോടുകൂടി മുഴങ്കാലിൽ നിൽക്കുന്ന ഏലിയാവിന് ഒരു കാഴ്ച കാണാം. എന്നാൽ തൻ്റെ ദാസൻ അത് കണ്ടില്ല. അതുകൊണ്ടാണ് 7 പ്രാവശ്യം പോകേണ്ടി വന്നത്. എന്നാൽ ഏലിയാവ് അത് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസ കണ്ണുകളും തുറക്കുന്നെങ്കിൽ ഈ റോച്ചസ്റ്ററിലും ഒരു മേഘം നിൽക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 2-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 8-ാം വാക്യം, സാം നമ്പർ 2 വേഴ്സ് 8. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ എനിക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ കൈവശമായി തരും. Ask of me, and I will make the nations your heritage, and the ends of the earth your possession. ഇതൊരു മസിഹൈക സങ്കീർത്തനമാണ്, യേശുവിനെ പറ്റിയുള്ള ഒരു സങ്കീർത്തനമാണ്. എങ്കിലും ഇത് നമുക്കൊന്ന് പേഴ്സണലൈസ് ചെയ്യണം. ഇന്ന് ഇവിടെ പറയുകയാണ്, എന്നോട് ചോദിക്കാമെങ്കിൽ ഞാൻ നിനക്ക് തരാം. എന്താണ് തരുന്നത്? ജാതികളെ തരാം. 1. 2, ഭൂമിയുടെ അറ്റങ്ങളെ തരാം. അപ്പോൾ നാം എന്ത് ചെയ്യണം? ചോദിക്കണം. എന്താണ് ചോദിക്കേണ്ടത്? ജാതികളെ ചോദിക്കണം, ഭൂമിയുടെ അറ്റങ്ങളെ ചോദിക്കണം. ഇന്നത്തെ ചിന്ത ആ ഒരു തോട്ടിലൂടെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തോട് നാം ഈ ദിവസങ്ങളിൽ എന്താണ് ചോദിക്കുന്നത്? വാട്ട് ആർ യു ആസ്കിംഗ് ഗോഡ് ഇൻ 2025? We passed 2 months almost, right? So far, what did you ask? ദൈവത്തോട് നാം എന്താണ് ഈ ദിവസങ്ങളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ സ്വർഗീയ പിതാവിനോട് നാം എന്താണ് ചോദിക്കുന്നത്? ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിങ്ങൾ എന്താണ് ചോദിക്കേണ്ടത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. എന്താണ്? എന്നോട് ചോദിച്ചോളൂ. എന്താണ് ചോദിക്കേണ്ടത്? ജാതികളെ ചോദിക്കുക. എനിക്ക് കുറേ ജാതികളെ വേണം, ഭൂമിയുടെ അറ്റങ്ങൾ എനിക്ക് വേണം. കെനിയയിലെ നെയ്റോബിയിൽ ഒരു സഹോദരിയുടെ കഥ കേൾക്കുവാനിടയായി തീർന്നു. അവര് ഡൈവോഴ്സ്ഡ്, വീട്ടിൽ നിന്ന് അവരെ ഭർത്താവ് പുറത്താക്കി. കുടുംബം തകർന്ന ഒരു സഹോദരി. അവർ ഒരു മീറ്റിങ്ങിൽ വന്നു. ബോങ്കയുടെ മീറ്റിംഗാണ്. അവിടെ കടന്നു പ്രാർത്ഥിക്കുകയാണ്. ആ സഹോദരി എന്തായിരിക്കണം പ്രാർത്ഥിച്ചത്? എന്തായിരിക്കാം പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ള?
എൻ്റെ കുടുംബം എന്ന് ശരിയാണെന്നായിരിക്കും. എന്നാൽ ആ സഹോദരി പ്രാർത്ഥിക്കുകയാണ്, എന്താണ്? എനിക്ക് 100 ആത്മാക്കളെ വേണം. എനിക്ക് 100 ആത്മാക്കളെ വേണം. I need 100 souls. So she tried her best to come near Bonge so that he could pray for her, but she couldn't because നമുക്കറിയാമല്ലോ കെനിയയിലൊക്കെ വലിയ ആൾക്കൂട്ടമാണ്. She couldn't reach near Bonge. What happened was, days and months passed. She saw a magazine and she noticed Bonge is preaching in Oslo, Norway. നോർവേയിൽ ബോംഗെ പ്രസംഗിക്കാൻ വരുന്നു. നോർവേയിൽ പോകാൻ ഈ സ്ത്രീയുടെ കയ്യിൽ പണമില്ല. ഷീ ഈസ് ബ്രോക്ക്. ബാങ്കിൽ പോയി ലോൺ എടുത്ത് ടിക്കറ്റ് എടുത്ത് നോർവേയിൽ പോയി. അതൊരു ചെറിയ മീറ്റിംഗ് ആയിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ഓൾട്ടർ കോൾ വിളിച്ചു. ഷീ റാൻ ടു ദ ഫ്രണ്ട്. ഓടിച്ചെന്നു. ബോംഗെ ചോദിച്ചു, വുമൺ വാട്ട് ഡു യു വാണ്ട്? ഷീ സെഡ്, ഐ നീഡ് എ ഹോളി സ്പിരിറ്റ്. എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ബോംഗെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൈവെക്കുകയും അദ്ദേഹം ബോംഗയുടെ തന്നെ വാക്കുകളാണ്, 20 അടി ദൂരത്തേക്ക് ഈ സ്ത്രീ തെറിച്ചു വീഴുവാനിടയായിട്ട് തോന്നുന്നു, ഒരു ഷോക്ക് അടിക്കുന്നത് പോലെ. അവിടെ പോയി ആ കിടപ്പ് മണിക്കൂറുകൾ അവിടെ അനങ്ങാതെ കിടന്നു. ഓൾമോസ്റ്റ് ലൈക്ക് എ ഡെഡ്. കണ്ണു തുറന്നപ്പോൾ ആ വ്യക്തി, ആ സ്ത്രീ ഒരു പുതിയ വ്യക്തിയായിട്ടാണ് അവിടുന്ന് എഴുന്നേറ്റത്. എന്താണ് സംഭവിച്ചെന്നറിയാമോ? തുറന്നുള്ള ദിവസങ്ങളിൽ അവർ നെയ്റോബിയിൽ തിരിച്ചു പോയിട്ട് അവർ പറഞ്ഞു, ഞാൻ എൻ്റെ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുകയാണ്, ഐ എം സ്റ്റാർട്ടിങ് എ മിനിസ്ട്രി, നിങ്ങൾ യോഗത്തിന് വരണം. ഫസ്റ്റ് സൺഡേ 55 സ്ത്രീകൾ യോഗത്തിന് വന്നു. 55 പേര്. അവർ പറഞ്ഞു, അടുത്ത ആഴ്ചയിൽ മീറ്റിംഗ് ഉണ്ട്, വീണ്ടും കടന്നു വരിക. 55 എന്നുള്ളത് 200 എന്നുള്ള 2000 4000 അവർക്ക് സ്ഥലങ്ങൾ, വലിയ വലിയ സ്ഥലങ്ങൾ മാറി റെന്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഷീ കുഡന്റ് അക്കോമഡേറ്റ് ഓൾ ദ പീപ്പിൾ ദാറ്റ് ഷോപ്പ്. അത് 12,000 അവസാനം വലിയ ഒരു കൺവെൻഷൻ സെൻറ്റർ റെന്റ് ചെയ്തു. അവിടെയും കൊള്ളാത്ത പോലെ വീണ്ടും ആളുകൾ കടന്നു വരികയാണ്. അവസാനം ബോംഗെ ഏത് സ്റ്റേഡിയത്തിൽ പ്രസംഗിച്ചുവോ അതേ സ്റ്റേഡിയം അവർ റെന്റ് ചെയ്തു. 200,000 ആൾക്കാർ അവിടെ വന്നു. പ്രിയപ്പെട്ട, ഞാൻ ചോദിക്കട്ടെ, നെയ്റോബിയിലുള്ള ഒരു സഹോദരിയെ ദൈവം ഇപ്രകാരം ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? കാരണം മറ്റൊന്നുമല്ല, ആ സഹോദരി ചോദിച്ചത്, ദൈവമേ, അങ്ങ് ബോംഗയ്ക്ക് ആയിരക്കണക്കിന് ആത്മാക്കളെ കൊടുക്കുന്നു, എനിക്കൊരു 100 പേരെ വേണം. ചോദിച്ചത് 100 ആണെങ്കിൽ ദൈവം കൊടുത്തത് 2 ലക്ഷമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്നോട് ചോദിച്ചുകൊള്ളുക. ചോദിക്കുവാൻ തയ്യാറാണോ? തരുവാൻ ദൈവം വിശ്വസ്തൻ. എത്ര പേര് വിശ്വാസത്തോടെ ചോദിക്കും, കർത്താവേ, എനിക്ക് ജാതികളെ വേണം, എനിക്ക് ഭൂമിടത്തങ്ങളെ വേണം. ഈ ദിവസങ്ങളിൽ ഞാൻ റോച്ചസ്റ്ററിലും ബ്ലൂമിംഗ്ടണിലും അല്ലെങ്കിൽ ഈ പട്ടണങ്ങളിലൊക്കെ തെക്കും വടക്കും നടക്കുന്ന ഡ്രൈവ് ചെയ്യുന്നത് ഒരിക്കലും വൃഥാവല്ല. എനിക്ക് ഇവിടെ നിന്നൊക്കെ ആത്മാക്കളെ വേണം, ഇവിടെ നിന്നൊക്കെ ആത്മാക്കളെ വേണം. ഈ ദിവസങ്ങളിൽ ഞാൻ വിശ്വാസത്തോടെ വിതയ്ക്കുകയാണ്. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു ഒരു ദിവസം ഇതൊക്കെ ഒരു ഫലമായി പുറത്തു വരുവാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്നുവെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ നെയ്റോബിയിലെ ആ സിസ്റ്ററിന്റെ പേര് തെരേസ്യ എന്നാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാം. വലിയൊരു മിനിസ്ട്രി ചെയ്യുന്നൊരു വ്യക്തിയായി മാറുവാനിടയാക്കി തോന്നുന്നു. തെരേസ്യ, നെയ്റോബിയിലെ തെരേസ്യയെ ദൈവത്തിന് ഉപയോഗിക്കാമെങ്കിൽ മിനസോട്ടയിലെ നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ നമ്മളെ ആയിരിക്കണം. ഈ ദിവസങ്ങളിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ പ്രാർത്ഥനകളുടെ ഡയമെൻഷൻ ഒന്ന് മാറണം. ചെറിയ പ്രാർത്ഥനകൾ മാറ്റി വെച്ചിട്ട് വലിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. നമ്മൾ വലിയവനായ ഒരു ഭക്തരോട് പോയി ചോദിക്കുമ്പോൾ, മസ്കിനോട് പോയി ഞാൻ ഒരു $1 അല്ല $10 ചോദിച്ചാൽ അത് വളരെ മോശമാണ് എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ചോദിക്കുക. ഇതുപോലെ ഒരു കാര്യം ചോദിച്ച് വാങ്ങിച്ച് ഒരാളെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരു വാക്യം വായിക്കാം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 14 വേഴ്സ് 12.
ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്യർ ഇവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളവ എന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോടുകൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. ഇവിടെ യോശുവ ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? ഗിവ് മീ ദ ഹിൽ കൺട്രി. ഇത് ചോദിക്കുമ്പോൾ കാലേബ് ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ കാലേബിന് എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ? 85-year-old man asking for hill country. നമുക്ക് കാലേബിനോട് പറയാം, കാലേബേ നിന്റെ പ്രായത്തെ ഒന്ന് മാനിച്ചിട്ട് നീ കുറച്ചുകൂടെ ഒരു സംതിങ് റീസണബിൾ ചോദിക്കാൻ നമുക്ക് വേണമെങ്കിൽ കാലേബിനോട് പറയാം. എന്നാൽ കാലേബ് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ചത്. എന്ന് കൽപ്പിച്ചത്? 45 വർഷങ്ങൾക്ക് മുമ്പ്. 45 വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ സ്പൈ ആയിട്ട് അവിടെ കടന്നു പോകാനിടയായി തീർന്നു. അന്ന് യോശുവയും കാലേബും മറ്റു 10 പേരും കൂടെ പോയ സ്ഥലമാണ് ഈ പറയുന്നത്. അന്ന് പോയപ്പോൾ അന്ന് കാലേബിന് ഒരു വാഗ്ദത്തം കിട്ടി. എന്തായിരുന്നു വാഗ്ദത്തം? ഇത് ഞാൻ നിനക്ക് തരാം. Years passed, nothing happened. I believe every day when Caleb wake up in the morning, you know what he is thinking? Kiryat Arba. ഒരു പക്ഷെങ്കിൽ കാലേബിൻ്റെ ഭാര്യയെ ഓർത്ത് കാണും, ഇദ്ദേഹത്തിന് വട്ടായി കാണും. രാവിലെ എഴുന്നേറ്റ ഉടനെ കിരിയത്ത് അർബ എന്നായിരിക്കും കാലേബ് പറയാൻ സാധ്യതയുള്ളത്. എന്നാൽ കാലേബിന് ഒരു കാര്യം മനസ്സിലായി. യഹോവയാണോ കൽപ്പിച്ചത്? ഇതെനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവകാശമായി കിട്ടും. ഈ ദിവസങ്ങൾ പ്രിയപ്പെട്ടവർ, ദൈവത്തിൽ നിന്ന് കേട്ട വാഗ്ദത്തങ്ങൾ അത് ഇതുപോലെ നാം ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. യഹോവ അന്ന് കൽപ്പിച്ച മല ഇപ്പോൾ എനിക്ക് തരിക. യഹോവ കൽപ്പിച്ചത് മലയായിരിക്കാം. ഇന്ന് നിങ്ങൾ ഒന്നും കാണുന്നില്ലായിരിക്കാം. ആ യഹോവ വാഗ്ദത്തം കൊടുത്ത ശേഷം അവർ 40 വർഷം മരുഭൂമിയിൽ ചുറ്റി നടക്കുകയായിരുന്നു. ഓരോ ദിവസവും നടക്കുമ്പോഴും വാഗ്ദത്ത നിവൃത്തി കാണുന്നില്ല. പലരും മരുഭൂമിയിൽ പട്ടുപോയി. എന്നാൽ കാലേബിന് ഒരു കാര്യം അറിയാമായിരുന്നു. ഇന്ന് രാവിലെ നാം കേട്ടതുപോലെ ദൈവം ഒരു കാര്യം കൽപ്പിച്ചുവെങ്കിൽ, ദൈവം വാഗ്ദത്തം ചെയ്തുവെങ്കിൽ, വാഗ്ദത്ത നിവൃത്തി കാണാതെ, എനിക്ക് 85 വയസ്സായിക്കോട്ടെ 105 വയസ്സായിക്കോട്ടെ, ആ വാഗ്ദത്ത നിവൃത്തി കാണാതെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മടങ്ങിപ്പോവുകയില്ല. കാലേബിന്റെ വിശ്വാസം അതായത്. അതുകൊണ്ടാണ് കാലേബ് പറയുന്നത്, ഇപ്പോൾ ആ മല എനിക്ക് തരിക, ഞാൻ പോയി അതിനെ പിടിച്ചിറക്കാം. വിശ്വാസത്തിന്റെ ഒരു ചോദ്യം കാലേബ് ചോദിച്ച പോലെ നാം ചോദിക്കുവാൻ തയ്യാറാകുമോ? ഈ ഹിൽ കൺട്രി എനിക്ക് തരണം. സത്യങ്ങളെ ആണ് ചോദിക്കുന്നത്. അതെന്താണ്? ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരിക്കലും ഹിൽ കൺട്രിയിലുള്ളവരോട് പോയി യുദ്ധം ചെയ്ത് ജയിക്കാൻ ഇറ്റ്സ് നോട്ട് ഈസി. അത് വെരി ഡിഫിക്കൽട്ടാണ്. യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജിയെ പറ്റി പഠിക്കുന്നവർ എങ്ങനെ പറയുന്നത്? ഹിൽ കൺട്രിയിലുള്ളവരെ അവിടെ പോയി യുദ്ധം ചെയ്ത് ജയിക്കാൻ പാടാണ്. മാത്രമല്ല ഈ ഹിൽ കൺട്രിയിൽ താമസിക്കുന്നവരുടെ പ്രത്യേകത, അവരെ ജയൻസ്, അനാക്യ മല്ലന്മാരവിടെ താമസിക്കുന്നത്. സാധാരണക്കാരോട് ജയിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മല്ലന്മാരോട് ജയിക്കാൻ എത്ര അധികം ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പറയാം, കാലേബിന്റെ മുമ്പിൽ കാണുന്നത് ഒരു ഇമ്പോസിബിലിറ്റിയാണ്, ഇമ്പോസിബിൾ. എന്നാൽ കാലേബ് പറയും, യഹോവയാണ് കൽപ്പിച്ചത്. യഹോവ അന്ന് എന്നോട് കൽപ്പിച്ചെങ്കിൽ ഞാനത് ഇന്നും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കാലേബ് പറയുന്നത്, ഗിവ് മീ ദ ഹിൽ കൺട്രി. കാലേബിനെ മാത്രമല്ല, ഇതുപോലെ ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ച പല പ്രിയപ്പെട്ടവരുണ്ട്. കാലേബിൻ്റെ മകളെപ്പറ്റി നമുക്കറിയാം. ഒരു പക്ഷെങ്കിൽ ഓർമ്മ കാണും. യോശുവയുടെ പുസ്തകം 15-ാമത്തെ അടുത്ത അധ്യായത്തിൽ കാണുന്നു. 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. 15-19 നെക്സ്റ്റ് ചാപ്റ്റർ. എനിക്കൊരു അനുഗ്രഹം തരണം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ല കൊടുത്തിരിക്കുന്നത്, നീരുറോഡിലൂടെ എനിക്ക് തരണം എന്ന് അവൾ ഉത്തരം പറഞ്ഞു. അതിന് അവൻ അവൾക്ക് മലയും താഴെ നീരുറോടെ കൊടുത്തു. ഇവിടെ കാലേബിൻ്റെ മകള് വന്ന് പറയുകയാണ്, എന്താണെന്നറിയാവോ? നീ എനിക്ക് തന്നത് തെക്കേ ദേശം, എന്നാൽ അതുകൊണ്ട് പോരാ. തെക്കേ ദേശത്തിൻ്റെ പ്രത്യേകത, അത് വായിക്കുമ്പോൾ അതൊരു ഡ്രൈ ലാൻഡാണ്. അവിടെ കൃഷി ചെയ്ത് എന്തെങ്കിലും നേടണമെങ്കിൽ, ഒരു ഫലം കാണണമെങ്കിൽ വെള്ളം വേണം. എന്നാൽ അവിടെ വെള്ളമില്ല. അതുകൊണ്ടാണ് യക്സാവെന്ന് ചോദിക്കുന്നത്, എനിക്ക് നീരുറവകൾ തരണം. നമ്മുടെ മുമ്പിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു പക്ഷേ ലാൻഡ് ആയിരിക്കും നമ്മുടെ മുമ്പിൽ കാണുന്നത്. എന്നാൽ അക്സയ്ക്ക് അത് കണ്ട്
നിരാശപ്പെട്ട് അയ്യോ എനിക്ക് ലഭിച്ചത് ഡ്രൈ ലാൻഡ് ആണല്ലോ, വാട്ട് ക്യാൻ ഐ ഡു, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ദുഃഖിച്ച് നിരാശപ്പെട്ട് കടന്നു പോകാമായിരുന്നു. എന്നാൽ അക്സ ഒരു കാര്യം തീരുമാനിച്ചു. എൻ്റെ അപ്പൻ ചോദിക്കുന്ന അപ്പനാണെങ്കിൽ അപ്പൻ്റെ മകളായി ഞാനും ചോദിക്കുന്ന അപ്പൻ്റെ ചോദിക്കുന്ന മകളായിരുന്നു അക്സ. അക്സ ചോദിക്കുകയാണ്, എനിക്ക് ഡ്രൈ ലാൻഡ് തന്ന അപ്പ എനിക്ക് എന്താണ് നീരുറവളങ്ങൾ തരണം. എന്താണ് എൻ്റെ ആത്മീയ അർത്ഥമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം പറയാം. നാം പാർക്കുന്ന ലാൻഡ് ഒരു പക്ഷേ ഡ്രൈ ലാൻഡ് ആയിരിക്കും. ആ ലാൻഡിൽ നിന്ന് ഫലം കാണണോ നമുക്ക് ചില നീരുറവുകൾ വേണം. എന്താണ് നീരുറവുകൾ? ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നവർ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. ഡ്രൈ ലാൻഡിൽ ഒരു കൊയ്ത്ത് നടക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് നീരുറവുകളാണ്. ദിവസങ്ങളിൽ ഒന്നാമത് ആത്മാക്കൾക്ക് വേണ്ടി ചോദിക്കണം, രണ്ടാമത് ചോദിക്കേണ്ടത് നീരുറവുകൾക്ക് വേണ്ടിയാണ്. എന്താണ്? ഒരു ഫലം കായ്ക്കണമെങ്കിൽ അവിടെ വെള്ളം വേണം. ഈ ദിവസങ്ങളിൽ നാം വിതച്ചതിന് ശേഷം ഒരു കൃഷിക്കാരൻ എന്താണ് ചെയ്യുന്നത്? അതിന് പുറത്ത് വെള്ളമൊഴിക്കും. എങ്ങനെയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്? പരിശുദ്ധാത്മാവിൻ്റെ വെള്ളം. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ ഡ്രൈ ലാൻഡിൽ അവിടുത്തെ ആ നീരുറവ് ഒന്ന് ഒഴുക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ ഡ്രൈ ലാൻഡിൽ കൂടെ, ആ വിത്തിലിൻ്റെ മുകളിൽ കൂടെ ആ നീരുറവ് ഒഴുകിയിട്ട് വരും ദിവസങ്ങളിൽ ചില ഫലങ്ങൾ ഉളവായി വന്നപ്പോഴാണ് ഇടയായിത്തീരും. കാലത്തിനെ പോലെ ദേശം ചോദിക്കാം, അക്സയെ പോലെ നീരുറവുകളെ ചോദിക്കാം. ഈ ദിവസങ്ങളിൽ നാം ചോദിക്കുന്നവരായി മാറുക എന്നാണ് ദൈവത്തിന് നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്. അക്സ മാത്രമല്ല, എലീശയും ഇതുപോലെ ചോദിച്ച ഒരു വ്യക്തിയാണ്. നമുക്കറിയാമല്ലോ, നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. എലീശ എന്താണ് ചോദിച്ചത്? ഏലിയാവ് എടുക്കപ്പെടുവാൻ പോകുന്നെന്ന് മനസ്സിലായപ്പോൾ എലീശ ചോദിക്കുകയാണ്. എടുക്കുന്നതിന് മുമ്പ് ഏലിയാവ് ചോദിച്ചു, വാട്ട് ഡു യു വാണ്ട്? നിനക്ക് എന്താ വേണ്ടത്? എലീശയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണെന്ന് അറിയാമോ? എലിയാവിൻ്റെ അവിടെ നല്ലൊരു ബൈബിൾ സ്കൂളുണ്ട്, 50 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. എന്നെ അവിടുത്തെ പ്രിൻസിപ്പൾ ഒന്നും ആക്കാവുന്നില്ല. നല്ല ഗമയുള്ള പരിപാടിയല്ലേ. ഞാൻ ന്യായമായിട്ട് അത് ചോദിച്ചേനെ. വലിയ എലീശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു പ്രിൻസിപ്പാളാകുന്നതിനെക്കാട്ട് ഉപരിയായിട്ട് എനിക്ക് വേണ്ടത് എന്താണെന്ന് അറിയോ? ഏലിയാവിൻ്റെ മേൽ എന്ത് അഭിഷേകം ഉണ്ടായിരുന്നോ അതിൻ്റെ ഇരട്ടി എനിക്ക് വേണം. എലീശ അതൊരു അത്യാഗ്രഹമല്ലേ? അത്രയും പോരെ? എലീശ പറയും പോരാ. എലീശയുടെ ആ ചോദ്യം നാം ചോദിക്കുമ്പോൾ ഇതുപോലെ ചോദിക്കും, ഇരട്ടി അല്ലേ, ഒട്ടും കുറഞ്ഞു പോകരുത്. അങ്ങനെ ചോദിച്ച് എലീശയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്നറിയാവോ? ഏലിയാവ് ചെയ്ത അത്ഭുതങ്ങൾ 14 എലീശ ചെയ്ത അത്ഭുതങ്ങൾ 28. ദൈവം അറിയാമല്ലോ, യേശു കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും അല്ലേ? വിശ്വാസമുണ്ടെങ്കിൽ നാം ഈ ദിവസങ്ങൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ അവിടുന്ന് പറഞ്ഞ വാഗ്ദത്തമാണ് ഈ അടയാളങ്ങൾ നടക്കുമെന്ന്. കർത്താവാണ് പറഞ്ഞത് നിങ്ങളുടെ രോഗികളുമേൽ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന് കർത്താവാണ് പറഞ്ഞതെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വാസത്തോടെ രോഗികളുടെ മേൽ കൈവെക്കാം. ഹല്ലേലൂയ. അതിന് നമുക്ക് രോഗശാന്തി വരപ്രാർത്ഥന ഒരാൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, നമ്മളത് ചെയ്യണം. ഈ ദിവസം ദൈവത്തോടത് ചോദിച്ചു വാങ്ങിക്കണം, കർത്താവ് എനിക്കിത് വേണം. അതാണ് എലീശ ചോദിച്ചത്. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഏലിയാവിൻ്റെ ബൈബിൾ സ്കൂളും വേണ്ട, ഏലിയാവിൻ്റെ കിടക്കുന്ന കട്ടിലും എനിക്ക് വേണ്ട. മോർ ദാൻ എനിത്തിങ് എൽസ്. ഏലിയാവിൻ്റെ മേലുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്, ഡബിൾ പോർഷൻ ഓഫ് ദ അനോയിന്റിങ് ദാറ്റ് Elijah had. Elisha asked for the double portion, 2 portions. അത് കാണുന്നു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എന്താണ് വാഗ്ദത്തം? യാചിപ്പീൻ കിട്ടും. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ബോൾഡ്നെസ് വേണം. കർത്താവ് അവിടുന്നാണ് പറഞ്ഞത് യാചിപ്പീൻ കിട്ടുമെന്ന്. അതുകൊണ്ട് ഐ ക്ലിങ് ഓൺ ടു ദാറ്റ് പ്രോമിസ് എന്ന് നാം പറയാൻ തയ്യാറാകണം. മാത്രമല്ല, എഫെസ്യ ലേഖനത്തിൽ കാണുന്നു, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. തെരേസ ചോദിച്ചത് 100 പേരെയാണ്, ദൈവം കൊടുത്തത് ലക്ഷക്കണക്കിനാണ്. ഈ ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് തരുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് നാം ദൈവത്തോട് ചോദിക്കാം, വിശ്വാസത്തോടെ ചോദിക്കാം. നാം വായിച്ചല്ലോ, എന്നോട് ചോദിച്ചു കൊള്ളുക, ജാതികളുടെ അവകാശമായി ഭൂമിനറ്റങ്ങളെ കൈവശമായി തരാമെന്ന് ദൈവമാണ് പറഞ്ഞതെങ്കിൽ ഈ ദിവസങ്ങളിൽ നാം ചോദിക്കുന്ന കാര്യത്തിൽ ഒട്ടും മടുത്തു പോകരുത്, കുറഞ്ഞു പോകരുത്. എന്തുകൊണ്ട് നമ്മളപ്പോൾ എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്? ജാതികളെ ചോദിക്കണം, രാജ്യങ്ങളെ ചോദിക്കണം, ആത്മാവിന് വേണ്ടി ചോദിക്കുന്നത്. അക്സ ചോദിച്ചതുപോലെ നീരുറവുകളെ ചോദിക്കുക, എലീശ ചോദിച്ചതുപോലെ അനോയിന്റിങ്ങിന് വേണ്ടി ചോദിക്കുക. ഈ വിഷയങ്ങൾ നാം ചോദിക്കുന്നുവെങ്കിൽ നമ്മുടെ ദൈവം തരുവാൻ സമ്പന്നനാണ്. കാലേബിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എങ്ങനെ കാലേബ് ആ ഹിൽ കൺട്രി ഇൻഹെറിറ്റ് ചെയ്തു എന്ന് നാം പഠിക്കുകയാണെങ്കിൽ,
കാലേബിൻ്റെ ജീവിതത്തിൽ ചില ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ഒന്ന്, കാലേബ് ചോദിച്ച് വാങ്ങിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ. 2, സംഖ്യാപുസ്തകം 14-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ് 24. 14:24. എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവന്റെ സന്തതി അത് കൈവശമാക്കും. ദൈവം പറയുകയാണ്, അവൻ അത് അവകാശമാക്കും, അവന്റെ സന്തതിയും അവകാശമാക്കും. പക്ഷെങ്കിൽ എന്താണ് അതിന്റെ കീ അവിടെ പറയുന്നുണ്ട്? അവന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് വേറൊരു സ്വഭാവം എന്നാണെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഡിഫറൻറ്റ് സ്പിരിറ്റ്. അവൻ്റെ മേലുള്ള ആ സ്പിരിറ്റ്, ആ അഭിഷേകം, അത് വേറെയാണ്. ഹല്ലേലൂയ. എല്ലാവരും പ്രാപിച്ച അനേകരുണ്ട്. എന്നാൽ കാലേബിനെ പറ്റി പറയുകയാണ്, അവൻ്റെ മേലുള്ള സ്പിരിറ്റ്, അവൻ്റെ അഭിഷേകം അത് വ്യത്യാസമായിരുന്നു. നമ്മൾ ചിലരെ പറ്റി പറയാറുണ്ട്, അവനൊരു പ്രത്യേക സ്വഭാവമുള്ളതല്ലേ. എന്നാൽ ഈ കാലേബിനെ പറ്റി ആ കാര്യമല്ല പറഞ്ഞു. പ്രത്യേക സ്വഭാവമല്ല, ഡിഫറൻറ്റ് സ്പിരിറ്റ്, അവൻ്റെ മേലുണ്ടായിരുന്ന ആ അഭിഷേകം. അതുകൊണ്ടാണ് മറ്റു 10 പേരും നെഗറ്റീവ് പറയുമ്പോൾ കാലേബ് പറയുന്നത് എന്താണ്? യോശുവയും കാലേബും, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ സ്ഥലം നമുക്ക് അവകാശമായി കിട്ടും. അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ മേൽ ഒരു അഭിഷേകം വേണം. ആ അഭിഷേകത്തിൻ്റെ പേരാണ് ഡിഫറൻറ്റ് സ്പിരിറ്റ്. പ്രത്യേക അഭിഷേകം വേണം. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ഒരു ഓർഡിനറി അഭിഷേകത്തിന് പകരം ഒരു പ്രത്യേക അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ അഭിഷേകം നമ്മൾ പ്രാപിക്കുകയാണെങ്കിൽ നാം വിശ്വാസ കണ്ണുകൊണ്ട് ചില കാഴ്ചകൾ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മറ്റുള്ളവരാരും അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റല്ല ഒരിക്കലും. 10 പേര് പറഞ്ഞ എന്തെങ്കിലും തെറ്റ് പറഞ്ഞോ? അവർ പറഞ്ഞ് ശരിയാ. അവിടെ മല്ലന്മാരുണ്ട്, ഫോർട്ടിഫൈഡ് സിറ്റിയാണ്, അവർ പറഞ്ഞത് കറക്റ്റാണ്. എന്നാൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. അവർ കണ്ടത് അവരുടെ സ്വന്തം ഫിസിക്കലൈസ് ആയിരുന്നെങ്കിൽ കാലേബ് കണ്ടത് ആത്മീയ കണ്ണുകൊണ്ടായിരുന്നു. ഈ ദിവസങ്ങൾ ആത്മീയ കണ്ണുകൊണ്ട് കാണുന്നുവെങ്കിൽ നമ്മളുടെ റിപ്പോർട്ട് ഡിഫറൻ്റ് ആയിരിക്കും. പോപ്പുലർ മജോറിറ്റി പറയുന്നതിന് ഡിഫറൻ്റ് ആയിട്ടായിരിക്കും പക്ഷെ നാം പറയുന്ന അഭിപ്രായം. കാരണം എന്താണെന്ന് അറിയോ? അങ്ങനെ കാണണമെങ്കിൽ നമ്മുടെ വിശ്വാസ കണ്ണുകൾ അല്ലെങ്കിൽ ആത്മീയ കണ്ണുകളൊന്ന് തുറക്കണം. ഇന്നലെ പറഞ്ഞല്ലോ ബിലിയാമിൻ്റെ കണ്ണ് തുറക്കാഞ്ഞ കാര്യം. പലപ്പോഴും ഈ നമ്മുടെ കണ്ണുകൾ തുറക്കാത്തത് കൊണ്ട് കാണേണ്ടത് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കാതെ പോകും. എന്നാൽ കാലേബിനെ പറ്റി പറയുകയാണ്, ഹി ഹാസ് എ ഡിഫറൻറ്റ് സ്പിരിറ്റ്. ആ ഡിഫറൻറ്റ് സ്പിരിറ്റുള്ള കാലേബിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അവൻ കാര്യങ്ങളെ വ്യത്യസ്തമായി കാണുവാനിടയായിത്തീരും. മറ്റുള്ളവർ കാണുന്ന പോലെയല്ല. മറ്റുള്ളവർ ഇമ്പോസിബിലിറ്റി കാണുമ്പോൾ കാലേബ് കാണുന്ന പോസിബിലിറ്റിയാണ്. മറ്റുള്ളവർ മല്ലന്മാരെ കാണുമ്പോൾ കാലേബ് കാണുന്ന അവിടുത്തെ ഫ്രൂട്ട്ഫുൾനെസ് ആയത്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നാം എന്താണ് കാണേണ്ടത്? കാലേബിനെ പോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് നാളെ ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതായിരിക്കണം നമ്മുടെ കാഴ്ചകൾ ഈ ദിവസങ്ങളിൽ കാണേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പാടിയല്ലോ, കാൽമതിക്കും ദേശമെല്ലാം കർത്തരൊക്കെ സ്വന്തമാകും. ഒരുപക്ഷെ കാലേബിൻ്റെ പാട്ടായിരിക്കും അത് ഞാൻ ആലോചിച്ച് പോയായിരുന്നു. അവിടെ പോയിട്ട് മടങ്ങി വന്നപ്പോൾ അദ്ദേഹം പാടിക്കൊണ്ടായിരിക്കും പറയുന്നത്, കാൽമതിക്കും ദേശമെല്ലാം സ്വന്തമാകും. മറ്റുള്ളവർ പറയും, ഈ പുള്ളി എന്ന് പറയുന്നത് അവിടെ മല്ലന്മാരാണ്, സ്വന്തമൊന്നും ആകാൻ പോകുന്നില്ല എന്ന് 10 പേര് പറഞ്ഞപ്പോൾ കാലേബ് പറഞ്ഞു, നോ, അത് സ്വന്തമാകും എന്ന് കാലേബ് പറഞ്ഞു. സ്വന്തമാകില്ലെന്ന് പറഞ്ഞവർ പട്ടുപോയപ്പോൾ സ്വന്തമാകുമെന്ന് പറഞ്ഞ കാലേബ് അത് അവകാശമായി പിന്നത്തേത് അത് ഏറ്റെടുക്കുവാനിടയായത്. കാലേബ് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട നമ്മുടെ പാട്ട് ഏത് പാട്ടാണ് പാടുന്നത്? ഇതുപോലുള്ള പാട്ടുകൾ പാടാമെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ കൊണ്ട് സ്വന്തമാക്കുവാനൊക്കെ വേണം ഇടയായിത്തീരും. അപ്പോൾ രണ്ടാമത്തേത് കാലേബിൻ്റെ പ്രത്യേകത, ഈ ഹാസ് എ ഡിഫറൻറ്റ് സ്പിരിറ്റ്. മൂന്നാമത്തേത് നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. യോശുവ ചാപ്റ്റർ 14 വേഴ്സ് 7. യഹോവയുടെ ദാസനായ മോശ ദേശത്ത് വിട്ടു നോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്ന എൻ്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു. അവിടെ പറയുന്നത് മലയാളത്തിൽ മനോബോധപ്രകാരം എന്നാണെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്ന വേർഡ് കൺവിക്ഷൻ എന്നുള്ള വേർഡാണ് കൊടുത്തേക്കുന്നത്. അവരുടെ റിപ്പോർട്ട് 10 പേരുടെ റിപ്പോർട്ട് മനോബോധം അല്ലേ അവരുടെ സ്വന്തം അഭിപ്രായമായിരുന്നെങ്കിൽ
കാലേബ് പറയുകയാണ് എൻ്റെ റിപ്പോർട്ട് ബേസ്ഡ് ഓൺ മൈ കൺവിക്ഷൻ. എന്തുകൊണ്ട് കാലേബ് ആ മല കിരിയത്തർബ അവകാശമാക്കിയെന്ന് ചോദിച്ചാൽ കാലേബിന് ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. എന്താണ് കൺവിക്ഷൻ? കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ബിലീഫ്. ഐ ആം കൺവിൻസ്ഡ് അബൌട്ട് സംതിങ്. എന്താണ്? വാട്ട് വാസ് ഹി കൺവിൻസ്ഡ് അബൌട്ട്? ഹി കൺവിൻസ്ഡ് ദാറ്റ് ഗോഡ് ഈസ് ഗോയിങ് ടു ഗിവ് us that place. കൺവിൻസ്ഡ് ആയിട്ടുള്ളവർക്ക് കൺവിക്ഷൻ കാണും. അവരുടെ റിപ്പോർട്ട് കൺവിക്ഷൻ്റെ ബേസ്ഡുള്ള റിപ്പോർട്ടായിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇവിടെ കടന്നു വരുന്നു, നമ്മൾ കൺവിൻസ്ഡ് ആണോ? ഇവിടെ ആത്മാക്കളെ ദൈവത്തിൽ നിന്ന് കൺവിൻസ്ഡ് ആണോ? അതോ ഇതൊരു ജസ്റ്റ് ലെറ്റ്സ് ട്രൈ ചെയ്യാം എന്നുള്ള വിചാരത്തിൽ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണോ? ആയിരിക്കും. കാലേബിനെ പോലെ നാം കൺവിക്ഷൻ ഉള്ളതായിരിക്കണം. അപ്പോൾ ആ ഒരു ഉറപ്പോട് വേണ്ടി വേണം ഓരോ പ്രാവശ്യവും നമ്മൾ മീറ്റിങ്ങിന് വേണ്ടി വരിക. ഇന്നൊരു പക്ഷേ നിങ്ങൾ ആരെയും കാണുന്നില്ലായിരിക്കും, എന്നാൽ പറയണം കാലേബിനെ പോലെ നമ്മളും പറയണം, ദൈവം ആണ് ആ പറയുന്നതെങ്കിൽ ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയാണ്. സോ മൂന്നാമത്തെ കാലേബിൻ്റെ പ്രത്യേകത, ഹിസ് ലൈഫ് വാസ് ബേസ്ഡ് ഓൺ ഹിസ് കൺവിക്ഷൻ. നമ്മുടെ ജീവിതവും കൺവിക്ഷനായിട്ട് ചില കൺവിക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മുമ്പോട്ട് പോകട്ടെ. അടുത്ത വിഷയം നമ്പർ 4, നമ്പേഴ്സ് ചാപ്റ്റർ 13 വേഴ്സ് 30. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. എന്നാൽ കാലേബ് മോശയുടെ മുൻപാകെ ജനത്തെ അമർത്തി, നാം ചെന്നത് രഹസ്യമാക്കുക, അത് ജയിപ്പാൻ നിന്ന് കഴിയും എന്നുള്ളതാണ്. ഇവിടെ കാലേബിന്റെ വേറെ പ്രത്യേകത കാണുകയാണ്. Can call it the perspective. The previous one was his conviction. This is his perspective. What is the difference? Perspective, എന്താണ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ? പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ സീയിങ് തിങ്സ് ഫ്രം ഗോഡ്സ് പോയിന്റ് ഓഫ് വ്യൂ. അതാണ് പെർസ്പെക്റ്റീവ്. നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്, ദൈവം കാണുന്നൊരു കാഴ്ചയുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. യോസഫിൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ ദർശനം കണ്ടു, എന്നാൽ ഓരോ സ്റ്റെപ്പും ഈസ് ഗോയിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ. അവിടെ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. ഈ ദർശനത്തിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ദർ ഇസ് നോ പോസിബിലിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് ജോസഫ് ബിക്കോസ് ഹി വാസ് ഗോയിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ. ബട്ട് ഇഫ് യു ഹാവ് എ പെർസ്പെക്റ്റീവ്, you will see, yes, I know this is not what I expect, but even here God can use me. അതുകൊണ്ടാണ് യോസേഫിനെ പറ്റി പറയുന്നത്, അവൻ കാരാഗ്രഹത്തിൽ പോലും അവൻ ശുഭപ്പെട്ടിരുന്നു. ഹി വാസ് പ്രോസ്പെറസ്. എന്തുകൊണ്ടാണെന്ന് അറിയോ? യോസഫിന് ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ദൈവികമായ ഒരു കാഴ്ചപ്പാട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴും അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ ദുഃഖം അപ്പഴി, എൻ്റെ ജീവിതം അപ്പഴി ദുഃഖം, നിരാശ, അല്ലെ, ആ ഒരു കാഴ്ചപ്പാട് മാറിയിട്ട് ദൈവികമായ കാഴ്ചപ്പാട് നാം ഏറ്റെടുക്കണം. പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം ധൈര്യത്തോടെ പറയണം. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് കാലേബ് അവരെ അമർത്തിയെന്നാണ്. കാരണം ഹിസ് പെർസ്പെക്റ്റീവ് വാസ് ഡിഫറൻറ്റ്. അഞ്ചാമത്തെ കാര്യം നമ്പേഴ്സ് 14:24, സംഖ്യാപുസ്തകം 14:24. എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവം ഉള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിക്കൊണ്ടും അവൻ പോയിരുന്ന ദേശത്ത് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാക്കും. അവിടെ ഇംഗ്ലീഷിലൊരു വാക്യപ്രകാരമുണ്ട്, ഹോൾ ഹാർട്ടഡ്ലി, പൂർണ്ണ ഹൃദയത്തോടെ. പൂർണ്ണ ഹൃദയത്തോടെ. സോ കാലേബിൻ്റെ മറ്റൊരു ഗുണം, ഹി ഫോളോഡ് ഗോഡ് ഹോൾ ഹാർട്ടഡ്ലി. നമ്മൾ അത് വായിച്ച് നോക്കുകയാണെങ്കിൽ 6 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 6 times that phrase is repeated. He followed God wholeheartedly. പൂർണ്ണ ഹൃദയത്തോടെ. അതായത് ഒരു അരമനസ്സോടെയല്ല, പാതി മനസ്സോടെയല്ല. എല്ലാവരും യോഗത്തിന് പോകേണ്ടപ്പോൾ ഞാനും ഒന്ന് പോയേക്കാം, അതല്ലായിരുന്നു കാലേബിൻ്റെ കാഴ്ചപ്പാട്. പൂർണ്ണ ഹൃദയത്തോടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ പറയുകയാണ്, ഹീ ഫോളോ. എന്ത് ചെയ്തു? ഹീ ഫോളോ. He followed whom? He followed God. Number 3, how did he follow? Wholeheartedly. 3 വിഷയങ്ങൾ എങ്ങനെ ഫോളോ ചെയ്തു. 1, അവൻ ദൈവത്തെ ഫോളോ ചെയ്തു. 2, എങ്ങനെ ഫോളോ ചെയ്തു? പൂർണ്ണ ഹൃദയത്തോടെ ഫോളോ ചെയ്തു.
2 പോയിന്റ് പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ ഞാൻ സംസാരിക്കാം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം. ജോഷുവ ചാപ്റ്റർ 14 വേഴ്സ് 10. How did Caleb inherit the hill country? ഭൂമി സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളം എന്നെ ഇതാ താൻ അല്ലി ചെയ്തതുപോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. ഇവിടെ നാം കാണുന്നത് യോശുവയുടെ പെർസിവിയറൻസ്. ഹി പെർസിവിയർഡ് ഫോർ 45 years. വാക്തത്വം കേട്ടിട്ട് 45 വർഷങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ പോലും ഹി നെവർ ഗിവ് അപ്പ് ഹോപ്പ്. അല്ലെങ്കിൽ ഓർത്ത് കാണും, അയ്യോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു വാക്തത്വമാണ്, എനിക്ക് പ്രായമായി, ഇനിയും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഓർത്ത് നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ കാലേബ് പറയുകയാണ്, എനിക്ക് 85 വയസ്സായി, എന്നാൽ ഇന്നും ആ ഒരു വാക്തത്വം ഞാൻ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. അപ്പോൾ കാലേബിൻ്റെ പെർസിവിയറൻസ്. വർഷങ്ങൾ കടന്നു പോകട്ടെ, നാളുകൾ കടന്നു പോകട്ടെ, ദൈവം വാക്തത്വം ചെയ്തവൻ അത് നിവർത്തിപ്പോവാൻ വിശ്വസനാണ്. ഒരു 7ാമത്തെ വിഷയം കൂടെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 15 വേഴ്സ് 13 and 14. സ്വദേശിയായതൊക്കെയും യഹോവയ്ക്ക് സ്വതന്ത്രവാസനയായ ലഹനയായ അത് യോശുവയുടെ പുസ്തകമാണ്. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ അവൻ യെഫുന്നയുടെ മകനായ കാലേബിന് യെഹൂദാ മക്കളുടെ ഇടയിൽ ഓഹരിയായി അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. അവിടെ നിന്ന് കാലേബ് അനാക്കിന്റെ പുത്രന്മാരായ ഷെഷായി, അഹീമാൻ, തൽമായി എന്ന 3 അനാക്യരെ നീക്കിക്കളഞ്ഞു. കാലേബ് വാക്തത്വം കിര്യത്തറബ് കൊടുത്തു. എന്നാൽ പ്രാപിച്ചു. എന്നാൽ ഇനി അവിടെ സെറ്റിലാകാനല്ല, അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്തതായിട്ട് അവിടെ ചില വ്യക്തികളെ നീക്കിക്കളഞ്ഞതായിട്ട് കാണുന്നു. ആരെയാ നീക്കിക്കളഞ്ഞറിയാവോ? ആ ദേശത്ത് പാർത്തിരുന്ന അനാക്യമല്ലന്മാരെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നാം ദേശം കൈവശമാക്കുമ്പോൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അവിടെ നിന്ന് ചില നീക്കിക്കളയേണ്ട ചില വസ്തുക്കളുണ്ട്, ചില വ്യക്തികളുണ്ട്. അവരെ നീക്കിക്കളയുവാൻ തയ്യാറാകണം. ഹി വാസ് എ ഫൈറ്റർ. ഫൈറ്റ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. പിന്നെ നമ്മൾ ജോസഫിനോട് സംസാരിച്ചപ്പോൾ ഒരു വിഷയം പറയുകയായിരുന്നു. നമ്മുടെ ചില നെയ്ബർഹുഡിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അവരോട് വന്ന് പൂജ ചെയ്യുകയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനിടയായി. എന്നാൽ പറയട്ടെ, കാലേബ് എന്താ ചെയ്യുന്നറിയാവോ? ദേശം കൈവശമാക്കിയിട്ട് അവിടുന്ന് ചിലരെ നീക്കം ചെയ്യുവാനിടയായി. ആരെയാണ് നീക്കം ചെയ്തത്? മല്ലന്മാരെ. അപ്പോൾ നമുക്ക് ചുറ്റും ചില മല്ലന്മാരുണ്ട്. നമ്മുടെ ആത്മീയ കണ്ണുകൊണ്ട് സ്പിരിച്വൽ ഐവസ്വം നോക്കിയാൽ ഒരു പക്ഷേ മല്ലന്മാരെ കാണുന്നില്ലായിരിക്കും. എന്നാൽ ദേശാധിപതികളുടെ ശക്തികൾ, ആത്മാക്കളെ വിടാതെ വണ്ണം തടഞ്ഞു വെച്ചിരിക്കുന്ന ചില മല്ലന്മാരായ ശക്തികൾ നമ്മുടെ ദേശങ്ങളിലുണ്ട്. കാലേബ് ചെയ്തതുപോലെ അവരെ നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, അഭിഷേകത്തോടെ നീക്കം ചെയ്യുന്നുവെങ്കിൽ ആ ദേശത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുമെന്നൊക്കെ വേണം ഇടയായിത്തീരും. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, നമുക്ക് പോരാട്ടമുണ്ട്. ആ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ഇഷ്ടാത്മസേനയോടും. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മളുടെ ആ കാലേബിനെ പറ്റി മുൻവരുമ്പോൾ നാം കാലേബിനെ പോലെ ഫൈറ്റ് ചെയ്യുവാൻ, ആ പോരാട്ടത്തിന് തയ്യാറാകണം. ഒരു ദേശത്ത് പോയി നമുക്കറിയാമല്ലോ, ഈസിയല്ല. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞു, ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്നു കളയുവാൻ. കാരണം ആത്മാക്കൾ അത് പിശാചിൻ്റെ പിടിയിലാണ്. അവിടെ നിന്ന് പോയി ആ പിടിയിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാക്കണമെങ്കിൽ നാം ആക്രമിച്ച് പിശാചിനെ കീഴ്പ്പെടുത്തണം. എങ്കിൽ മാത്രമേ ആത്മാക്കൾ വെളിയിൽ വരുള്ളൂ ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് കാലേബിനെ പോലെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് നമുക്കുണ്ടായിരിക്കണം. കാലേബ് ചെയ്തത് എന്താണ്? അനാക്കിൻ്റെ പുത്രന്മാരായ ശേഷായ, അഹീമാൻ, തൽമായി എന്നീ 3 അനാക്യരെ നീക്കം ചെയ്തു. ദേശത്ത് നിന്ന് നീക്കം ചെയ്യേണ്ട ചില അനാക്യമല്ലന്മാരുണ്ട്. അവരെ നീക്കം ചെയ്യുവാൻ തയ്യാറാകുന്നെങ്കിൽ വരും ദിവസങ്ങളിൽ ദേശത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. നമുക്കറിയാമല്ലോ എന്താണ് കിര്യത്തർബയ്ക്ക് സംഭവിച്ചത്. പിന്നത്തേതിൽ കിര്യത്തർബ ഹെബ്രോനായി മാറിയത്. ആ ദേശത്തിൻ്റെ പേര് മാറി എന്ന് മാത്രമല്ല, ഹെബ്രോൻ ഒരു സങ്കേത നഗരമായിരുന്നു. ഒരു കാലത്ത് മല്ലന്മാരായി അറിയപ്പെട്ടിരുന്ന ദേശം ഇന്നറിയപ്പെടുന്നത് ഒരു സങ്കേത നഗരമെന്നാണ്. ദേശത്തിൻ്റെ സ്വഭാവം മാറി, നേച്ചർ മാറി. ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, പറയട്ടെ, ഇതുപോലെ വിശ്വാസത്താൽ ചില ദേശങ്ങൾ നാം ഇൻഹെറിറ്റ് ചെയ്യാമെങ്കിൽ ആ ദേശത്തെ മാറ്റുവാൻ ദൈവം ശക്തനാണ്. ദേശത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റുവാൻ ദൈവം ശക്തനാണ്. നമുക്കറിയാം, നാം പാർക്കുന്ന ദേശം
അതിൻ്റെ ലെവൽ അത്ര നല്ലതല്ല. എന്നാൽ പറയട്ടെ, ഈ കാലേബിനെ പോലെ ആ ഒരു വിശ്വാസത്തോടെ മുന്നേറുന്നുവെങ്കിൽ എപ്രകാരം കിര്യത്തറബ ഒരു ഹെബ്രോനായി മാറിയോ, ഒരു സംഗീത നഗരമായി മാറിയെങ്കിൽ നമ്മുടെ പട്ടണവും ഒരു സംഗീത നഗരമാക്കുവാൻ ദൈവത്തിന് കഴിയും. എന്താണ് സംഗീത നഗരം? കർത്താവായ യേശു ക്രിസ്തു. സംഗീത നഗരത്തിൻ്റെ പുതിയ നിയമ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവാണ് സംഗീത നഗരത്തിലേക്ക് എല്ലാവരും കടന്നു വന്ന് രക്ഷപ്പെടുന്ന ഒരു അനുഭവം. അതാണ് സംഗീത നഗരം. നമ്മുടെ പട്ടണവും ഒരു സംഗീത നഗരമാക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യമുണ്ട്. കാലേബിനെ പോലെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, കാലേബിനെ പോലെ ഒരു ഡിഫറൻറ്റ് സ്പിരിറ്റ്, കാലേബിനെ പോലെ ചോദിക്കുന്ന അനുഭവം, കാലേബിനെ പോലെ മുഴുവൻ ഹൃദയത്തോടെ ഹോൾ ഹാർട്ടഡ്ലി ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരനുഭവം. ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ദേശവും നമുക്ക് ദൈവം അവകാശമായി തരും. ഈ ദിവസങ്ങൾ വാക്കുകളെ ചുരുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, give me this hill country. Amen. Give me this hill country. കർത്താവേ, ഈ ഞങ്ങൾ സമ്മതിക്കുകയാണ്, ഈ ദേശം ഒരു ഹിൽ കൺട്രിയാണ്. ഞങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ ഞങ്ങൾ മുമ്പിൽ കാണുന്നത് ഇമ്പോസിബിൾ സിറ്റുവേഷൻസ് ആണ്. എന്നൊരു കാര്യം മനസ്സിലാകുന്ന കർത്താവേ, കാലേ പറഞ്ഞ പോലെ പറയുകയാണ്, ദൈവമേ അവിടെ നിന്നാണ് അളിച്ചതെങ്കിൽ ഇത് തരുവാൻ അവിടുന്ന് ശക്തനാണ്. ഇവിടെ ഞങ്ങളെ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്ലീസ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കേട്ട വചനത്തിന് മുമ്പായി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്. നമ്മളെ വളരെ ചലഞ്ച് ചെയ്യുന്ന, നമ്മുടെ അന്തരാത്മാവിൽ അല്പം കൂടെ നമ്മളെ പ്രാർത്ഥനയിലേക്കും വിശ്വാസത്തിലേക്കും ഒക്കെ നമ്മളെ ഒന്നും കൂടെ പ്രേരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി നാം കേൾക്കുകയുണ്ടായി. വി ഹാവ് ഹേർഡ് എ വേർഡ് വിച്ച് ഈസ് inspires us, which pushes us to pray more and have faith and trust in God. നമുക്ക് ഇന്ന് പകൽ പറയുന്ന രാത്രി പറയാൻ, കർത്താവേ, നീ ദേശത്ത് ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്നൊരു നിമിഷം കർത്താവിന് ഈ വചനം റിസീവ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവത്തിൻ്റെ വചനം അതിൻ്റെതായ രീതിയിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ വിടുതൽ വ്യാപരിക്കണമെങ്കിൽ നമ്മളത് സ്വീകരിക്കുന്നവരായി തീരണം. വി ഷുഡ് ബി ദ പീപ്പിൾ ഹു അക്സെപ്റ്റ് ദാറ്റ് വേർഡ്. ഹല്ലേലൂയ. ആ വചനത്തെ നമുക്കിന്ന് രാത്രിയിൽ ഒന്ന് സ്വീകരിക്കാം, ഏറ്റെടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തിരുവചനത്തെ ഇതിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, വി സറണ്ടർ. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. കുറേ നേരമായിട്ട് എല്ലാവരും ഇരിക്കുകയായിരുന്നല്ലോ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ചേർന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഈ ദേശത്ത് അനേകര് കർത്താവിനെ അറിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We worship you, Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെടും. കർത്താവേ, ഒരു ഉണർവിന്റെ കാറ്റ് ഈ ദേശത്ത് ദൈവം അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കൊരു വിശ്വാസം നമ്മുടെ അകത്ത് വേണം. വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. കേൾവി ദൈവത്തിൻ്റെ വചനത്താലാണ്. വചനം എന്ന് നാം കേട്ടു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ഒരു സംഭവം വായിക്കുകയായിരുന്നു. ഒരു രാവിലെ എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഒരു ന്യൂസ് വന്നു. ഞാനത് ചിലരോട് ഷെയർ ചെയ്ത്, എല്ലാവർക്കും ഷെയർ ചെയ്തില്ല, എന്നാലും ചിലർക്ക് ആൾക്കാർക്ക് ഷെയർ ചെയ്തു. ഒരു ഈ അമേരിക്കയിലെ പല ക്യാമ്പസുകളിലും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ചില ആൾക്കാർ ഓരോ ക്യാമ്പസുകളിലൊക്കെ പോയി മീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ക്യാമ്പസിനെ പറ്റി ഞാൻ വായിച്ചത് 4000 സ്റ്റുഡൻസ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. 4000 സ്റ്റുഡൻസ്, 4000 സ്റ്റുഡൻസ്. ഹല്ലേലൂയ. അത് ഞാൻ വേറെ എങ്ങും നടന്ന കാര്യമല്ല, അമേരിക്കയിൽ നടന്ന കാര്യം പറഞ്ഞ്. ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന സംഭവമൊന്നുമല്ല, അല്ലെങ്കിൽ അസൂസ സ്ട്രീറ്റിൻ്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമൊന്നുമല്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് വാട്ട് ഹാപ്പൻഡ് റീസെൻ്റ്ലി നടന്ന സംഭവമാണ് പറയുന്നത്. അതുപോലെ പലയിടത്തും നമ്മൾ നടന്നു. നമ്മളൊരു കാര്യം വിശ്വസിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചാൽ നമ്മൾ കെനിയയിലെ ആ ഒരു സഹോദരിയെ പറ്റിയൊക്കെ നമ്മൾ കേട്ടു. ഹല്ലേലൂയ. നമുക്കൊന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ആ സഹോദരിയുടെ ദൈവം നമ്മുടെ ദൈവമാണ്. പോട്ടെ, നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം കർത്താവേ, സ്തോത്രം. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ ഒരു പുതിയ അളവ് ദൈവം നൽകണമേ. We are praying in your presence, Lord, that hallelujah. ഞങ്ങൾ തളരാനല്ല, ഞങ്ങൾ ക്ഷീണിക്കാനല്ല. ഞങ്ങൾ കർത്താവേ, കാലേബ് കർത്താവേ
45 വർഷം മുമ്പ് തനിക്ക് ലഭിച്ച വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് ഹല്ലേലൂയ അത് ക്ലെയിം ചെയ്യുന്നത് പോലെ ഞങ്ങളും ഇന്ന് രാത്രിയിൽ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ നീ വാഗ്ദത്തത്തെ നിവൃത്തിയാക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമുക്കൊരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്യാം. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്ക് പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്ക് പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. ഒരിക്കൽ കൂടെ, വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്ക് പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്ക് പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമി മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വിശ്വസിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. കർത്താവേ, 4-ാമത്തെ മാസം കൂടെ ഞങ്ങൾക്ക് ഈ റോച്ചസ്റ്റർ പട്ടണത്തിൽ കടന്നു വന്ന് ഈ ബിൽഡിങ്ങിൽ ഇങ്ങനെ ഒരു സർവീസ് കൂടെ നടത്താൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. തണുപ്പിന്റെ കാഠിന്യതകൾ കർത്താവെ പുറത്തുണ്ട്, എങ്കിലും ഞങ്ങൾ കർത്താവെ ഇവിടെ കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഇന്ന് രാത്രിയിൽ കേൾപ്പിച്ച വചനങ്ങൾക്ക് മുമ്പായി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളോട് വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തൻ. You are going to bring to pass what you have promised us. This evening we pray especially കർത്താവേ, വചനം സംസാരിച്ച ദാസനെ അനുഗ്രഹിക്കണമേ, മറ്റു ശുശ്രൂഷയെല്ലാം ചെയ്തവരെ അനുഗ്രഹിക്കണമേ. We are praying for a breakthrough in this land. ഈ ദേശത്ത് ഒരു breakthrough ദൈവം കൽപ്പിക്കണമേ. Hallelujah. ഞങ്ങളുടെ വരവ് താമസമെങ്കിൽ അടുത്ത മാസം പിന്നെയും ഞങ്ങൾ ഇവിടെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുകയാണ്, ചില കോണ്ടാക്റ്റുകൾ ലഭിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ പട്ടണത്തിൽ പാർക്കുന്ന അജയ് ബ്രദറിനെയും കർത്താവെ കുടുംബമായി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസൻ കർത്താവെ മിക്കവാറും ദിവസങ്ങളിൽ ട്രാവൽ ചെയ്യുന്നു. കർത്താവെ, കൃപ പകരണമേ. നിന്റെ ദാസയുടെ ജോലിയിൽ സഹായിക്കണം, പൈതലിനെ അനുഗ്രഹിക്കണം. കർത്താവെ, നിന്റെ മക്കൾ ഈ ദേശത്ത് പാർക്കുന്നത് അനുഗ്രഹമാക്കി ദൈവം തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അവർ നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കരുത്, അവർ ഏകാന്തത അനുഭവിക്കാൻ അനുവദിക്കരുത്. കർത്താവിന്റെ കൃപയിൽ അവരെ പൊതിഞ്ഞ് കർത്താവെ, അവർ നിന്നിൽ ശരണം പ്രാപിക്കുന്ന നിമിത്തം അവർ ദൈവശ്രയത്തിൽ മാത്രമായിരിക്കാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ കടന്നു വന്ന എല്ലാ നിന്റെ മക്കളെ അനുഗ്രഹിക്കും. Lord, continue to bless us everyone, Lord. We pray for this place. We pray for all the people who are in this place. Hallelujah. Bless them also, Lord. We are praying as we conclude this service and as we drive back. Many of us are going to drive back. Help us to reach our home safely. And if you're coming, tarries, until we meet again, keep us all safe and protected under your mighty wings. ഞങ്ങളുടെ വരെ താമസമെങ്കിലും പിന്നെയും ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഭൂമുഖത്ത് സന്തോഷിക്കുവാനും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. We praise you, we thank you. In Jesus' most precious name we pray. Amen. Now may the grace of our Lord Jesus Christ, love the Father, fellowship of the Holy Spirit be with us all from now and forever. Amen, amen, amen. God bless you all.